സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത രണ്ടാം അധ്യായം 65-ാം ശ്ലോകം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. പ്രസാദേ സതി കിം സ്യാത് ഇത്യുച്യതേ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ചിത്തപ്രസാദത്തെക്കുറിച്ചാണ്. ചിത്തസ്വാസ്ഥ്യം. വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ, ജീവൻ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ അന്ധഃകരണം രാഗദ്വേഷരഹിതമായിരുന്നാൽ ചിത്തത്തിന് പ്രസാദം അല്ലെങ്കിൽ സ്വാസ്ഥ്യം വരും എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രസാദേ സർവദുഃഖാനാം ആധ്യാത്മികാദീനാം ഹാനി വിനാശഃ അസ്യ യതേഹി ഉപജായതേ. പറയുന്ന അസ്യ യതേഹി, ഇവിടെ യതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. യതിക്ക് പ്രസാദേ, ഈ പ്രസാദം ചിത്തസ്വാസ്ഥ്യം സംഭവിക്കുമ്പോൾ സർവദുഃഖാനാം, സർവദുഃഖങ്ങളുടെയും, സർവദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ പറഞ്ഞു ആധ്യാത്മികാദീന, നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഹാനി വിനാശം, പൂർണ്ണമായ നാശം സംഭവിക്കുന്നു. ദുഃഖനാശമാണ് ചിത്തപ്രസാദത്തിന്റെ ഒരു ഫലം. ചിത്തപ്രസാദം കൊണ്ട് ദുഃഖത്തിന് നാശം. അപ്പൊ ആധ്യാത്മികത ഫലം, ആത്മീയ ജീവിതത്തിന്റെ ഫലം അതിവിടെ പറയുന്നു. ഒന്ന് ദുഃഖനാശം, ആത്യന്തികമായ നാശം ഇതാണ് വരുന്നത്. അത് പൂർണ്ണമായിരിക്കണം, വീണ്ടും വരാനും പാടില്ല. അങ്ങനെയുള്ള ദുഃഖനാശം അത് ആധ്യാത്മിക ജീവിതത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് മാത്രമേ ആത്യന്തികമായ ദുഃഖനിവൃത്തി ഉണ്ടാകത്തുള്ളൂ. മറ്റ് ദുഃഖനിവൃത്തികളെല്ലാം താത്കാലികമാണ്. കിഞ്ച, അത് മാത്രമല്ല, പ്രസന്നചേതസഃ സ്വസ്ഥാന്തകർണസ്യ ഹി യസ്മാത് ആശു ശീഘ്രം ബുദ്ധി പര്യവതിഷ്ഠതി ആകാശമിവ പരിസമന്താദവതിഷ്ഠതി ആത്മസ്വരൂപേണൈവ നിശ്ചലീഭവതീത്യർത്ഥഃ. പ്രസന്നചേതസഃ, അങ്ങനെ അന്ധകരണം പ്രസന്നമായി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? സ്വസ്ഥാന്തകരണസ്യ, സ്വസ്ഥാന്തകരണം ഉള്ള ഒരു ജീവന് ആശു ശീഘ്രം, പെട്ടെന്ന് തന്നെ, അനന്തരമായി തന്നെ, അതിന്റെ അനന്തരഫലമായി ബുദ്ധി പര്യവതിഷ്ഠതേ, ബുദ്ധിയുടെ പര്യവസ്ഥാനം. ബുദ്ധി പര്യവസ്ഥാനം എന്താണ്? ആകാശമിവ പരിസമന്താത് അവതിഷ്ഠതേ. ആകാശത്തെ പോലെ ബുദ്ധി പരി എന്ന് വെച്ചാൽ സമന്താത്, സമന്താത് സർവത്ര, ചുറ്റുപാടും അവതിഷ്ഠത നിലനിൽക്കുന്നു എന്നർത്ഥം. ആകാശത്തെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഉദാഹരണമായിട്ടെടുക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് വ്യാപകത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആകാശം മറ്റ് ഭൗതിക പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് വ്യാപകമായിരിക്കുന്നു. ആത്മാവിന്റെ വ്യാപകത്വത്തെ ഉപമിക്കുന്നതിനാണ് ആകാശത്തെ എടുക്കുന്നത്. ആകാശമിവ, പിന്നെ മറ്റുദാഹരണങ്ങൾക്കും പറയും. മറ്റൊന്ന് അതിന്റെ നിർമ്മലത, പരിശുദ്ധി.
ആകാശം നിർമ്മലമായിരിക്കുന്നു. ആകാശത്തിൽ ഉള്ള മറ്റ് വസ്തുക്കൾ അശുദ്ധമായിരിക്കുമ്പോഴും ആകാശം മലിനമാകുന്നില്ല. അത് ആത്മാവിന്റെ നിർമ്മലത്വം അതിനുപമിക്കാനും ആകാശത്തെ പറയാറുണ്ട്. വ്യാപകത്വം പോലെ തന്നെ. മറ്റ് ഭൗതിക വസ്തുക്കളെല്ലാം അവയവനാശം കൊണ്ട് നശിക്കുന്നതായി കാണുന്നു പ്രത്യക്ഷാനുഭവത്തിൽ. ആകാശത്തിന്റെ നാശം പ്രത്യക്ഷമായി ആരും കാണുന്നില്ല. ആകാശത്തിന് നാശമുണ്ടെന്ന് അദ്വൈതികൾ പറയുന്നുണ്ടെങ്കിലും അത് ആ നാശം ജീവപ്രത്യക്ഷമാകുന്നില്ല. അപ്പോൾ നിരവയവമായ വസ്തു അത് നശിക്കുന്നില്ല എന്നുള്ളതിനെ ഉപമിക്കുന്നതിനും ആകാശത്തെ എടുക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ പറയുന്ന ബുദ്ധി സമന്താതവതിഷ്ഠത എന്ന് പറയുമ്പോൾ ഇവിടെ യതിയുടെ ബുദ്ധി വ്യാപകമായിത്തീരുന്നു. ആത്മബോധം കൊണ്ട് യതിയുടെ ബുദ്ധി അപരിച്ഛിന്നമായിത്തീരുന്നു. ബോധം, അതായത് ഒരു സാധാരണ ജീവന്റെ ബോധം പരിമിതമായിത്തീരുന്നു. ബോധവികാസം സാധാരണ പ്രാണികളിൽ അത് വളരെ വളരെ ചെറുതായിരിക്കും. മനുഷ്യന്റെ ബുദ്ധി പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സ് മുഖാന്തരം പ്രവർത്തിക്കുന്നു. മറ്റ് പ്രാണികളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചേന്ദ്രിയങ്ങളും ഈ അന്ധക്കരണ പരിണാമത്തിന് ഒരുപോലെ സഹായിക്കുന്നില്ല. പ്രാണികളിൽ ഏകേന്ദ്രിയം പ്രവർത്തിക്കുന്നതുകൊണ്ട്, 2 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതുണ്ട്, 3 ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്നത് മനുഷ്യനിലാണ്. ആ പഞ്ചേന്ദ്രിയങ്ങളുടെയും അന്ധക്കരണം പരിണമിക്കുന്നു. മനസ്സ് അങ്ങനെ മനസ്സ് പരിണമിക്കുമ്പോൾ ആ മനസ്സിന്റെ പരിണാമം വളരെ സങ്കുചിതമായിരിക്കുന്നു. ജീവന്, മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ജീവന് അതിനേക്കാൾ സങ്കുചിതമായിരിക്കും മറ്റു പ്രാണികളിൽ. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും സങ്കുചിതമായ ആ പരിണാമം അതാണ് ദേഹബോധം, ദേഹോഹം എന്നുള്ള. അത് ഏറ്റവും അതിന്റെ ചുരുങ്ങിയ ഒരു പരിണാമമാണ്. അപ്പം മനസ്സിന്റെ ഈ ചക്രവാളം അത് വികസിക്കുന്നതാണ് ആത്മബോധത്തിന്റെ ഒരു ഫലം. സർവാത്മഭാവം എന്നും മറ്റും പറയുന്ന അതാണ്. അപ്പോൾ ദേഹത്തിൽ പതിഞ്ഞിരിക്കുന്ന ബുദ്ധി താൻ ദേഹമാണ് എന്നിങ്ങനെ ദേഹത്തിലിരിക്കുന്ന ആ ബുദ്ധി ആ ദേഹത്തെ വിട്ട് സർവത്തിലേക്കും വ്യാപിക്കുന്നു. സർവാത്മഭാവം അതാണ്. സർവഭാവങ്ങളിലും താനെന്നുള്ള ഭാവം വരിക, അങ്ങനെ പറയും ചിലടത്ത്. അല്ലെങ്കിൽ സർവത്തിലും താനാണെന്ന് വരിക, സർവവും താനാണെന്ന് വരിക, സർവത്തിനും താനിരിക്കുന്നതായിട്ട് വരിക. ആ തരത്തിൽ ബുദ്ധി വികസിക്കുന്നു. അപ്പം മനസ്സിന്റെ ആ സങ്കുചിതത്വം അതാണ് ദുഃഖത്തിന് പ്രധാന കാരണം. ഇവിടെ പറഞ്ഞു ചിത്തപ്രസാദം കൊണ്ട് ദുഃഖഹാനി വരുന്നു. ആ ദുഃഖഹാനി കൊണ്ട് അന്ധകരണം ആകാശം പോലെ സമന്താ പര്യവസ്ഥാനം ചെയ്യുന്നു, സർവത്ര സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ ശരീരത്തിൽ അന്ധകരണം ഇരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ അന്ധകരണം ഒരു ചെറിയ വൃത്തത്തിൽ പരിണമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ അഹന്ത, മമത ശരീരത്തിൽ അതിനെ തുടർന്നു വരുന്ന ഭൗതിക വിഷയങ്ങളിൽ മാത്രം മനസ്സ് നയിക്കുന്നു.
ഇതാണ് കൂടുതൽ ദുഃഖത്തിന് കാരണമായി തീരുന്നത്. മനസ്സിന്റെ ഈ വികാസം എത്രമാത്രം വർദ്ധിക്കുന്നുവോ അതനുസരിച്ച് ദുഃഖം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ദുഃഖത്തിന്റെ നാശവും മനസ്സിന്റെ വികാസവും തമ്മിൽ ബന്ധമുണ്ട്. കേവലം ശരീരത്തിൽ മനസ്സ് ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളിന് ദുഃഖം കൂടുതലായിരിക്കും. കാരണം അടുത്ത ഇതിനും പറയും അശാന്തസ്യ കുതസുഖം. കാരണം സങ്കുചിതമായ ഭാവനകളാണ് എപ്പോഴും ദുഃഖത്തിന് കാരണമായി തീരുന്നത്. ഒരു യതിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സങ്കുചിതമായ ഭാവനകൾ ശരീരസംബന്ധിയായിട്ടോ അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി വലുതായിട്ടോ ഉള്ള ഭാവനകൾ വരാൻ പാടില്ല. ഒരു ഗൃഹസ്ഥനാണെങ്കിൽ ശരീരബോധം ശക്തമായിരിക്കും. അങ്ങനെ ശക്തമായിരിക്കുന്ന ശരീരബോധം കുറച്ചുകൂടി ഒന്ന് വികസിച്ചു കഴിഞ്ഞാൽ അതൊന്നുകൂടി വളർന്നിട്ട് അത് അവന്റെ കുടുംബത്തിന് നിൽക്കും. ഭാര്യ, ഭർത്താവ്, മക്കൾ അങ്ങനെ അതൊന്നുകൂടി വ്യാപിച്ചു. അപ്പോൾ എന്ത് വരുന്നു? അങ്ങനെ വ്യാപിക്കുന്നതിനനുസരിച്ച് അവരുടെ ദുഃഖം കൂടി തന്റെ ദുഃഖമായി മാറും. താനെന്നുള്ളത് കേവലം തന്റെ ശരീരത്തിൽ ഒതുങ്ങിയിരിക്കത്തില്ല, തന്റെ കുടുംബത്തിൽ ഒതുങ്ങിയിരിക്കും. അപ്പോൾ അതിന്റെ ദുഃഖങ്ങളെല്ലാം തന്റെ ദുഃഖമായി മാറും. ദുഃഖം അവിടെ വർദ്ധിക്കും. ശരീരസംബന്ധിയായി വരുന്ന കാര്യങ്ങളിൽ കൂടി ആ ബോധം പരിണമിക്കുന്നു, അഹന്ത പരിണമിക്കുന്നു. അതിലെല്ലാം അഹന്തയും മമതയും വരും. ഞാനെന്നും എന്റെ എന്നുള്ളത് ശരീരത്തിൽ മാത്രം നയിക്കുന്നു. ശരീര സംബന്ധിയായിരിക്കുന്ന കാര്യങ്ങളിലും കുടുംബത്തിലും കൂടി നിൽക്കും. പിന്നെ അത് ബന്ധുക്കളിലേക്ക് പോവും. അർജുനന് സംഭവിച്ചിരിക്കുന്നതല്ലേ. യതിക്കും അത് സംഭവിക്കും. യതിയും ദുഃഖിക്കും. യതിയുടെ കുറച്ചുകൂടി വലിയ കുടുംബമായിരിക്കും, ആശ്രമം. അങ്ങനെ കുറച്ചുകൂടി വലുതാകും യതിയുടെ മനസ്സ് കുറച്ചുകൂടി. അപ്പോൾ ഗൃഹസ്ഥനിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഒരു വലിയ ഗൃഹസ്ഥനാണ്, മഹാഗൃഹസ്ഥനാവും. അപ്പോൾ ഇത് കുറച്ചുകൂടി വലിയ കുടുംബമാണ്. അവിടെയെല്ലാം മനസ്സ് നിൽക്കും. വ്യാപകത്വം വരത്തില്ല മനസ്സിന്. അതിൽ അഹന്തയും മമതയും വരും. മറ്റു കുറച്ച് വ്യക്തികളിലാണ് അഹന്തയും മമതയും വരുന്നത്. ഇവിടെ കൂടുതൽ വ്യക്തികളിൽ വരും അഹന്തയും മമതയും. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ ആകാശമിവ അത് നിരുപാധികമായി സർവത്തിനും വരുന്നു. അങ്ങനെ വരുമ്പോൾ മനസ്സിന്റെ വളരെ ക്ഷുദ്രമായ താല്പര്യങ്ങൾ, മനസ്സിന്റെ ഏറ്റവും ക്ഷുദ്രമായ ഭാവങ്ങൾ അതൊന്നും ഇല്ല, നശിക്കുന്നു, കാണത്തില്ല ഒരു യതി. അല്ലെങ്കിൽ യതിക്ക് ഇതെല്ലാം തന്നെ ബന്ധനമായി തീരും. യതിയുടെ ഇരിപ്പിടത്തെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയും. യതിയുടെ ഏറ്റവും വലിയ ബന്ധനം ഒന്ന് ആ യതിയുടെ ഇരിപ്പിടം തന്നെ എന്ന് പറയും. നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അത് തന്നെ അവന്റെ ഏറ്റവും വലിയ ബന്ധനം. കാരണം പോകുന്നിടത്തെല്ലാം നമ്മളിതും പൊക്കിക്കൊണ്ടാണ് നടക്കുന്നത്. ഏറ്റവും വലിയ ബന്ധനം അതാണ്. ഇത് ശാസ്ത്രത്തിൽ പറയുന്നതാണ്. 3-4 കാര്യങ്ങളെക്കുറിച്ച് പറയും. ഒന്ന് അതാണ് ആ ഇരിപ്പിടം, അത് ബന്ധനമാക്കിയത്. അത് ഇന്ന സ്ഥലത്തിടണം, അവിടെ തന്നെ ഇരിക്കണം, ഇങ്ങനെയുള്ള ചിന്ത വരും. അതൊരു ബന്ധനമാണ്. ആസനം ഒന്നാമത് പറയുന്നത് അതിനാണ്. അപ്പോൾ മനസ്സ് സങ്കുചിതമാകുന്നു. മനസ്സ് അതിൽ ഉടക്കി നിൽക്കും മനസ്സ്. കാരണം യതി ഭാവിച്ചിരിക്കുന്നത് ഞാൻ മായയെ ജയിച്ചിരിക്കുകയാണ്, വലിയ കാര്യങ്ങളൊക്കെയാണ് ഇയാളുടെ ഭാവനയിലുള്ളത്. പക്ഷെ ഇയാളുടെ മനസ്സ് ചെന്ന് നിൽക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളായിരിക്കും ഉടക്കി പോകുന്നത്. വലിയ കാര്യങ്ങളെ ജയിച്ചു എന്ന് വിചാരിക്കും, ചെറിയ കാര്യങ്ങൾ മനസ്സ് പെട്ടുപോകും.
പിന്നെ വേറെന്ന് പറയുന്നത് ശിഷ്യന്മാര്, അതിനടുത്ത ബന്ധനം അതും പറയുന്നുണ്ട്. ശിഷ്യന്മാരും യതിക്ക് ബന്ധനത്തെ ഉണ്ടാകും. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല, അതൊരു വലിയ ഉപദ്രവമായിത്തീരും. ശിഷ്യസഞ്ചയം അതും ഉപദ്രവമായിത്തീരും. പിന്നെ യതിക്ക് ഉപദ്രവമായി തീരുന്നത്, ഒന്ന് ബന്ധനകരമായി തീരുന്നത് ഇത് മഠസ്ഥാപനം, ഗ്രന്ഥരചന, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബന്ധനകരമായി തീരുമെന്ന് പറയുന്നു. എന്നുവെച്ചാൽ യതി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ ശ്രവണ മനന നിധ്യാസന സാധനങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഈ പറയുന്ന സ്ഥിതപ്രജ്ഞത്വം ഇതെല്ലാം കൈവരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ട സമയത്ത് അയാൾ അതിൽ നിന്നെല്ലാം പിന്മാറി അയാൾ ആശ്രമവും ശിഷ്യന്മാര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. സ്ഥിതപ്രജ്ഞനല്ലാത്തതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അയാൾക്ക് ബന്ധനത്തെ ഉണ്ടാക്കും. യഥേ ബന്ധനകാരിണ, യതിക്ക് ഇതെല്ലാം ബന്ധനത്തെ ഉണ്ടാക്കുന്നവയാണ് എന്ന് പഴയ കാലത്ത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ കാര്യങ്ങളെ മായ ഉൾപ്പെടെ ജയിക്കാൻ ഒരുമ്പെട്ടിരിക്കുകയാണ് താനെന്ന് ഭാവിക്കുകയും അശയം നിസാരമായ ക്ഷുദ്രമായ കാര്യങ്ങളിൽ മനസ്സ് കുടുങ്ങിക്കിടക്കുകയും ചെയ്യും. ഇവിടെ പറയുന്ന ഈ മനസ്സിന് സമന്ത ഉള്ള അഭാവം വരത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ തിരസ്കാരം, എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ തിരസ്കാരം വന്നു കഴിഞ്ഞാൽ സാറിന് ഒരു യതിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം എവിടെ നിന്നെങ്കിലും പൂജ ബഹുമാനം കിട്ടിയ ഒരാൾ തിരസ്കാരം ചെറുതായിട്ട് പോലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അയാളുടെ ഉള്ളിൽ പടയ്ക്കും, അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും യതി സൂക്ഷിക്കും, തനിക്ക് എവിടെ നിന്നെങ്കിലും തിരസ്കാരങ്ങൾ വരുന്നുണ്ടോ അത് വരാതിരിക്കാൻ വളരെ സൂക്ഷിക്കും. കാരണം എന്തുകൊണ്ട്? സ്വയം തന്നെ തന്റെ മനസ്സിൽ തന്നെക്കുറിച്ച് തന്നെയുള്ള ഭാവനകളുണ്ട്. മറ്റൊരു ലോകത്തെ അപ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരം ബഹുമാനം അത് യതിയുടെ മറ്റൊരു ബന്ധനമാണ്. യതിയുടെ ബന്ധനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും മറ്റുള്ളവരുടെ പൂജയും ബഹുമാനവും ആദരവും എല്ലാം യതിക്ക് ബന്ധനമാണ്. കാരണം എവിടെയും അത് പ്രതീക്ഷിക്കും, എല്ലാവരും തന്നെ പൂജിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പ്രതീക്ഷിക്കും. എവിടെയെങ്കിലും അതിന് ചിലപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ നിന്നായിരിക്കും, ഈ സമൂഹത്തിൽ നിന്നായിരിക്കും, ഭക്തന്മാരിൽ നിന്നായിരിക്കും. എവിടെയെങ്കിലും അതിനൊരു ചെറിയ ന്യൂനത വന്നു കഴിഞ്ഞാൽ ഉടൻ മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ അവനൊരു പാഠം പഠിപ്പിച്ചിട്ട് എന്നെ നീ ബാക്കി കാര്യം, ആ രീതി പോകുന്ന ചിന്ത ദുഃഖത്തിന് കാരണമായി തീരും. അതുകൊണ്ട് അതും ലോക പൂജ ബഹുമാനം അതും യതിക്ക് ബന്ധനകാരിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു യതിക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ ബന്ധനത്തെ ഉണ്ടാക്കാമെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെ കാര്യം പറയാനില്ല. അതുപോലെ തന്നെ ക്ഷമ, അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമ. പക്ഷേ ഒരു രീതി എളുപ്പം അക്ഷമ ഉണ്ടാവും. തനിക്കെന്തെങ്കിലും ന്യൂനതകൾ കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ തന്റെ ഇഷ്ടത്തിന് സൗകര്യത്തിനനുസരിച്ച് മറ്റുള്ളവർ പെരുമാറാതിരുന്നു കഴിഞ്ഞാൽ ഉടൻ രീതി അക്ഷമനാകും. ആ ക്ഷമ എന്ന് പറയുമ്പോൾ അസ്വാസ്ഥ്യമായി മനസ്സ്.
ദുഃഖത്തിന് കാരണമായി തീരും. ഇങ്ങനെ നിരവധി കാരണങ്ങൾ യതിയെ ബന്ധിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? അവിടെ മനസ്സ് ഈ പറയുന്ന തരത്തിലുള്ള വികാസം സംഭവിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ മനസ്സിന്റെ ചക്രവാളം വികസിക്കുക, അതാണ് ആത്മബോധം എന്ന് പറയുന്നത്. അത് ആകാശത്തെ പോലെ വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇത്തരം ക്ഷുദ്രമായ നിസ്സാരമായ കാര്യങ്ങളിൽ മനസ്സ് നിൽക്കുന്നില്ല. ബ്രഹ്മത്തെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഒരാളാണ്. ആശ്രമത്തിൽ പോകുന്നു, അവിടെ സേവനം ചെയ്യുന്നു, അല്ലെങ്കിൽ ശ്രവണമനനം നിധ്യാസനം ചെയ്യുന്നു, അല്ലെങ്കിൽ ജപം ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അയാളുടെ വാശിയാണ് ബ്രഹ്മത്തെ എന്തായാലും കീഴ്പ്പെടുത്തും. പക്ഷെ അത്രയും വാശിയോടുകൂടി വളരെ തീവ്രമായി സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം കഞ്ഞിക്ക് ശകലം ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഇയാളാകെ അസ്വസ്ഥനാവും. ഇത് മതി, ഒരു നിമിഷം ഇയാളുടെ എല്ലാ സാധനയും പോകും. വീണ്ടും ശരിയാകുമായിരിക്കും, പക്ഷെ ഉടൻ പോകും. അക്ഷമ, അസ്വാസ്ഥ്യം, നിസ്സാര കാര്യം മതി. എന്തുകൊണ്ട്? മനസ്സിന് ഇത്തരം ക്ഷുദ്രഭാവങ്ങളെ മനസ്സിന്റെ അതിജീവിക്കുന്നതിനുള്ള വിവേകം മനസ്സിന് വരുന്നില്ല. ചിത്തസ്വാസ്ഥ്യം ഇത് സാപേക്ഷമാണ്. ചിത്തസ്വാസ്ഥ്യം വരുന്നതിനനുസരിച്ച് ഇത് വികസിച്ചുകൊണ്ടിരിക്കും മനസ്സ്. യതിമാരെന്താണ് ചെയ്യുന്നത്? അവരുടെ ഭാവനയിൽ, ആത്മഭാവനയിലല്ല, യതിഭാവനയിൽ പലതും ഇങ്ങനെ സങ്കല്പിച്ചു വെച്ച് തന്റേതായ ഒരു ലോകത്ത് ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ ഇത്തരം ക്ഷുദ്രമായ കാര്യങ്ങൾ കയറി ബാധിക്കും. ആത്മബോധത്തിന് അവിടെ സ്ഥാനം കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ യതിയുടെ കാര്യമാണ് പറയുന്നത്, യതിമാർ സൂക്ഷിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള ക്ഷുദ്രങ്ങളായ നിസ്സാരമായ കാര്യങ്ങളിൽ മനസ്സിനെ നിർത്താതെ ആത്മഭാവനയിൽ ആകാശമിവ അന്ധകരണം, അത് ക്ഷമ, അതതിന്റെ പരമാവധിയായിരിക്കണം. അഹന്ത അത് പൂർണ്ണമായും ത്യജിച്ചിരിക്കണം. ഭാവനയിലൂടെ ആയിട്ട് കാര്യമില്ല, അനുഭവത്തിലൂടെ ആയിത്തീരണം. രണ്ടും രണ്ടാണ്. അങ്ങനെ ബുദ്ധിക്ക് വിശാലത വരണം. ആത്മഭാവനയിലൂടെ ബുദ്ധിക്ക് വിശാലത വരണം. പണ്ഡിത സമദർശിന, ആ സമദർശിത്വം എന്ന് പറയുന്നത് അവിടെ പറയുന്ന ആത്മദർശനത്തിലൂടെയുള്ള സമദർശിത്വമാണ്. ആത്മദർശനത്തിലൂടെയുള്ള ഒരു സമദർശിത്വം കൈവരിക്കുന്നു. അങ്ങനെ അഭിമാനത്തെ ത്യജിക്കണം. നിസ്സാരമായ ക്ഷുദ്രമായ കാര്യങ്ങളിൽ മനസ്സിനെ ഇടം കൊടുക്കാൻ പാടില്ല. അതിൽ മനസ്സിന് അഭിമാനങ്ങൾ കൊടുക്കാൻ പാടില്ല. ആ യതിത്വം, ആ ഭാവം യതിയിൽ വരാൻ പാടില്ല. ഞാൻ സംയമിയാണെന്നുള്ള ഭാവം അത് വളരെ ക്ഷുദ്രമായ ഭാവമാണ്. താൻ യതിയാണെന്നുള്ള ഭാവം അത് വളരെ ക്ഷുദ്രമായ ഭാവമാണ്. അതിനെ കൂടി ഉപേക്ഷിക്കുന്നു. അതാണ് മറ്റ് ലൗകിക ജീവന്മാരിൽ നിന്ന് യതിയെ വേർതിരിപ്പിക്കുന്നത്.
അപ്പൊ യതിയുടെ അസാധാരണത്വം എന്ന് പറയുന്നത് അതാണ്. എന്താണോ? സർവ്വസാധാരണനായിരിക്കുക എന്നുള്ളതാണ്. അതാണ് യതിയുടെ അസാധാരണത്വം. അല്ല മറ്റുള്ളവരിൽ നിന്നും തന്നെ വ്യത്യസ്തനാക്കുന്നതല്ല സ്വയം. തന്റെ ഭാവനകൾ കൊണ്ട് തന്നെ വ്യത്യസ്തനാക്കുകയല്ലേ ചെയ്യുന്നു. സർവ്വസാധാരണനായിരിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുക. മറിച്ച് സമൂഹമായി തന്നെ ഇരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ആ മനസ്സ് ആകാശത്തെ പോലെ സർവ്വവ്യാപകമായിരിക്കുന്നു. ആത്മസ്വരൂപേണയോ നിശ്ചലീഭവതി ഇത്യർത്ഥം. അതിനൊന്നുകൂടെ വിശദീകരിക്കുന്നു. ആത്മസ്വരൂപത്തിൽ അത് നിശ്ചലമായിരിക്കുന്നു. ഇവിടെ പറയുന്ന ചിത്തപ്രസാദം കൊണ്ട് മറ്റങ്ങനെയല്ല. യതിയുടെ മനസ്സ് അസ്വസ്ഥമാകും. എവിടെയെങ്കിലും ഒരു തിരസ്കാരം കണ്ടാൽ, എവിടെയെങ്കിലും ഒരു പ്രതികൂലം കണ്ടു കഴിഞ്ഞാൽ ഈ യതി ഭാവനയിലിരിക്കുന്ന യതിയുടെ മനസ്സ് അസ്വസ്ഥമാകും. ഇതങ്ങനെയല്ല. നിശ്ചലീഭവതി. അതാണ് യതിയുടെ മനസ്സ്. അനുകൂലത്തിനും പ്രതികൂലത്തിനും. എന്തുകൊണ്ട്? അയാളുടെ ഭാവനയിൽ ആത്മഭാവന മാത്രമേ ഉള്ളൂ. ബാക്കി ലോകം കൽപ്പിക്കുന്ന ഇതല്ല. സാധാരണ യതിയാകാൻ ശ്രമിക്കുന്നത് ലോകം കൽപ്പിക്കുന്ന യതിയാകാൻ ശ്രമിക്കുന്നു. സമൂഹം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതുപോലെ ആയിത്തീരുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെക്കുറിച്ച് ബഹുമാനിക്കുമെങ്കിൽ അങ്ങനെ ആയിത്തീരുക എന്നുള്ളതാണ്. യതിയെ സംബന്ധിച്ച് അക്കാര്യത്തിൽ സമൂഹത്തെ നോക്കുന്നില്ല. സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ചല്ല തന്നെ രൂപപ്പെടുത്തുന്നത്. സമൂഹത്തിനില്ലാത്ത ആത്മഭാവന കൊണ്ടാണ്, ആത്മഭാവനയിലാണ് ഇത് നിൽക്കുന്നത്. സമൂഹത്തിനില്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണ്? ഇത് ഉദാസീനനാണ്. ആത്മസ്വരൂപേണ, ആത്മസ്വരൂപത്തിൽ ആത്മഭാവന കൊണ്ട് യതിയുടെ മനസ്സ് നിശ്ചലമായിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. യതിയുടെ ലക്ഷണം അതാണ്. രുദ്രാക്ഷവും കാവ്യമൊന്നുമല്ല, മനസ്സിന്റെ നിശ്ചലത. അത് സ്വസംവേദ്യം. മറ്റുള്ളവർക്ക് തിരിച്ചറിയാനുള്ള അടയാളമല്ല, അവനവനെ തിരിച്ചറിയാനുള്ള അടയാളമായിട്ടാണ് പറയുന്നത്. യതി തന്നെ തിരിച്ചറിയണം, താൻ ഇന്നാരാണ്. അല്ലാതെ മറ്റുള്ളവർ തന്നെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുകയല്ല. മറ്റുള്ളവർ കാണുമ്പോൾ എന്നെ ഒരു യതിയായിട്ട് അറിയണം എന്നല്ല. യതിയുടെ മനസ്സ് യതി തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്നെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് എന്താണ്? ഈ പറയുന്ന നിശ്ചലഭാവമാണ്, മനസ്സിന്റെ ശാന്തഭാവം. ഏത് പരിസ്ഥിതിയിലും, അനുകൂലതയിലും പ്രതികൂലതയിലും, അനുകൂലതയിൽ ലേശം പോലും ആത്മഭാവം വരാതിരിക്കുക, അഭിമാനഭാവം വരാതിരിക്കുക. പ്രതികൂലതയിൽ ലേശം പോലും അസ്വസ്ഥത, തന്റെ മനോനിലയ്ക്ക് ഭംഗം വരാതിരിക്കുക. ഇത് നടുനില എന്ന് പറയും ചില ശാസ്ത്രങ്ങൾ. മനസ്സിന്റെ ആ നടുനില, സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നതാണ്. അത് യതി അത് കൈവരിക്കുന്നത് മറ്റെന്തെങ്കിലും ഉപായങ്ങളോ ടെക്നിക്കുകളോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. അത് ആത്യന്തികമായി കൈവരിക്കുന്നതിന് ഈ വിവേകം, ആത്മബോധം മാത്രമേ സഹായിക്കൂ. അത് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല.
ദുഃഖം വരുമ്പോൾ മനസ്സിനെ ഇങ്ങനെ നിർത്തണം, സുഖം വരുമ്പോൾ ഇങ്ങനെ നിർത്തണമെന്ന് മനസ്സിനെ ഓരോ വിഷയങ്ങളോട് ബന്ധപ്പെടുത്തി പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പരിശീലനമല്ല അത്. മറിച്ച് ആത്മബോധം കൊണ്ട് മാത്രം കൈവരിക്കാവുന്ന മനസ്സിന്റെ നിശ്ചലാവസ്ഥയാണ്. എന്തെങ്കിലും താൽക്കാലിക ഉപായങ്ങളിലൂടെ മനസ്സിന് കൈവരിക്കുന്ന ശാന്തി, അത് ശാന്തി കൈവരിക്കാം, പക്ഷെ അത് നശിച്ചു പോകുന്നതാണ്, അത് ആത്യന്തികമല്ല. അതുകൊണ്ടാണ് മനസ്സിന്റെ നിശ്ചലതയ്ക്ക് ഇത് ആത്മബോധത്തെ തന്നെ ആശ്രയിക്കുന്നത്. അപ്പൊ ആ സർവാത്മഭാവത്തിലൂടെ ഇതിക്ക് ഈശാവാസ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നിടത്തും അത് കഴിഞ്ഞു വരുന്ന ഭാഗങ്ങൾ. സമദർശിത്വത്തിലൂടെ സർവാത്മഭാവത്തിലൂടെ ആത്മസ്വരൂപേണ മനസ്സ് നിശ്ചലമാകുന്നു. അതിലൂടെ പറയുന്ന ആത്മസ്വരൂപേണ ഏവ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന അതിന് വേറെ ഒരു ഉപായവുമില്ല. എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലുകയോ കുറച്ചു സമയം മനസ്സിനെ എവിടെയെങ്കിലും ഏകാഗ്രമാക്കുകയോ ധ്യാനിക്കുകയോ ഒന്നും ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആത്മസ്വരൂപത്തിലുള്ള നിശ്ചലത ആകത്തില്ല. ജപിക്കുമ്പോൾ മനസ്സ് സമാധാനമാകും, പക്ഷെ ജപം നിർത്തുമ്പോൾ വീണ്ടും മനസ്സ് അസ്വസ്ഥമാകും. ധ്യാനിക്കുമ്പോൾ മനസ്സ് സമാധാനമാകും, ധ്യാനം നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് അസ്വസ്ഥമാകും. ഇവിടെ ഉദ്ദേശിക്കുന്ന അതല്ല, ആത്മസ്വരൂപേണൈവ. അതുകൊണ്ട് തന്നെ മനസ്സ് നിശ്ചലമാകണം. ആത്മഭാവന കൊണ്ട്, ആത്മബോധം കൊണ്ട് തന്നെ യതിയുടെ മനസ്സ് നിശ്ചലമാകണം. അതിനൊരിക്കലും ശരീരബോധം ബാധിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റ് ഈ വ്യവഹാരത്തിൽ വന്നുപെടാവുന്ന മറ്റൊരു ബോധങ്ങളും ആത്മബോധത്തെ ബാധിക്കാൻ പാടില്ല. ശരിക്ക് വ്യവഹാരത്തിൽ വന്നുപെടാവുന്ന എന്താണ്? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. തന്റെ ഇരിപ്പിടം തുടങ്ങി ശിഷ്യന്മാർ, ആശ്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതൊന്നും ആത്മബോധത്തെ ബാധിക്കാതെ ആത്മബോധത്തിന്റെ പ്രകാശത്തിൽ ഇതെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നു ഒരു ഏരിയ. അതിന് വിധേയമായി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇരിക്കുന്നു. അതാണ് ഒരു യതിയുടെ കൃതകൃത്യത എന്നാണ് അടുത്ത് പറയുന്നത്. ഏവം പ്രസന്ന ചേതസഃ അവസ്ഥിത ബുദ്ധി കൃതകൃത്യത യതഃ. അതായത് പ്രപഞ്ചത്തെ വിസ്മരിച്ച് സമാധിയിലിരുന്ന് മനസ്സ് നിശ്ചലമാകുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് പ്രസന്ന ചേതസായി വ്യവഹാരത്തിൽ തന്നെ ആ സമാധി വരണം. അവസ്ഥിത ബുദ്ധിക്ക് അവസ്ഥിതി വരുന്നു. ഒരേ കാര്യത്തിന് തന്നെ പല ഭാഗങ്ങൾ പല ഭാഷ ഉപയോഗിക്കുകയാണ്. നേരത്തെ പറഞ്ഞു അവതിഷ്ഠത, അത് തന്നെ ഇവിടെ പറയുന്ന അവസ്ഥിത ബുദ്ധിയായിരിക്കുന്നു. ഉറച്ച് സ്ഥിതി ചെയ്യുന്നു ഇവിടെ ആത്മാവിൽ, ആത്മബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു യതി. അങ്ങനെ വരുന്ന യതിയുടെ കൃതകൃത്യത, കൃതം കൃത്യം ഏന, കൃത്യങ്ങൾ എന്ന് വെച്ചാൽ കർത്തവ്യങ്ങളെല്ലാം കൃതമായി ചെയ്തു കഴിഞ്ഞു. അതാണ് കൃതകൃത്യത. താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, തനിക്കിനി ചെയ്യേണ്ടതായിട്ട് യാതൊന്നുമില്ല എന്നുള്ള ഭാവം ആപ്തകാമത്വം എന്ന് പറയുന്നു. കാമനയാണ് കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത്. യതി ആപ്തകാമനായിരിക്കുന്നു, അവനിനി ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അവൻ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവന്റെ ഭാവന എന്താണോ? തനിക്ക് ചെയ്യേണ്ടതായിട്ട് യാതൊന്നുമില്ല എന്നാണ്. ചെയ്യാനുള്ളതല്ല ചെയ്യുന്നത്. ഉദാസീനോ അവിടെ പറയുന്നു. അവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ആത്മഭാവത്തിൽ അവൻ ഉദാസീനനായിരിക്കുന്നു, എന്നുവെച്ചാൽ നിസ്സംഗനായിരിക്കുന്നു. അതാണ് അവന്റെ കൃതകൃത്യത യതിയുടെ.
യതഃ തസ്മാത് അതുകൊണ്ടെന്താണ് രാഗദ്വേഷവിയുക്തൈഹി ഇന്ദ്രിയൈഹി ശാസ്ത്ര അവിരുദ്ധേഷു അവർജനീയേഷു യുക്തഃ സമാചരേ. അതുകൊണ്ട് ഇവിടെ സാധകന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഭാഷ്യകാരൻ രാഗദ്വേഷവിയുക്തൈഹി ഇന്ദ്രിയൈഹി. മനസ്സിന്റെ രാഗദ്വേഷങ്ങളെ ഇന്ദ്രിയങ്ങളോട് ബന്ധപ്പെടുത്താതെ, രാഗദ്വേഷങ്ങൾ ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളിലല്ല, അന്ധകരണത്തിലാണ്. ഇന്ദ്രിയങ്ങൾ രാഗദ്വേഷയുക്തമായിരിക്കുന്ന മനസ്സിനോടുകൂടി ചേരുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ അതിനനുകൂലമായ വിഷയങ്ങളിലേക്ക് പോകുന്നതും അതിൽ നിന്ന് പിൻവലിയുന്നതും. ഇത് രണ്ടുമില്ല. ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞനിൽ ഭോഗവുമില്ല, ത്യാഗവുമില്ല. രണ്ടുമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. രാഗം ഭോഗത്തിന് പ്രേരിപ്പിക്കുന്നു, ദ്വേഷം ത്യാഗത്തിന് പ്രേരിപ്പിക്കുന്നു. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? രാഗദ്വേഷവിയുക്തമായിരിക്കുന്നു. ഭോഗത്തിന് പ്രസക്തിയുള്ളിടത്തെ ത്യാഗത്തിനും പ്രസക്തിയുള്ളൂ. ഭോഗം പ്രാപ്തമല്ലെങ്കിൽ അവിടെ പിന്നെ ത്യാഗവും പ്രാപ്തമല്ല. അതുകൊണ്ട് ഇന്ദ്രിയൈഹി, അങ്ങനെയുള്ള യതിയുടെ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശാസ്ത്ര അവിരുദ്ധേഷു അവർജനീയേഷു, ശാസ്ത്രത്തിന് വിരുദ്ധമല്ലാത്ത, അതാണ് ധർമ്മം എന്ന് പറയുന്നത്, അതിൽ പ്രവർത്തിക്കുന്നു. അത് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു? അവർജനീയേഷു, ശരീര പ്രാരബ്ധം കൊണ്ട് അത് ഒഴിവാക്കാൻ വയ്യ. അതുകൊണ്ട് അല്ല, ഒന്നിനെയും അങ്ങോട്ട് പോയി പിടിക്കുന്നില്ല, വന്നു ചേരുന്നതിൽ ഒഴിവാക്കാൻ വയ്യാത്തതിൽ പ്രവർത്തിക്കുന്നു. അവിടെ യതി സ്വയം പ്ലാനും പദ്ധതിയൊന്നും ഉണ്ടാക്കുന്നില്ല പ്രവർത്തിക്കാൻ വേണ്ടി. മനസ്സ് പ്ലാനും പദ്ധതികളുമെല്ലാം യതിയോടൊപ്പം ഉണ്ട്, വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിനൊരു പ്രാരബ്ധം എന്ന് പറയും. അതിനിവിടെ പറഞ്ഞു അവർജനീയേഷു എന്ന് വെച്ചാൽ പ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്നത്, ഒപ്പം വന്നു ചേരുന്നത്. അതിനെ തിരിച്ചറിയുന്നു, വിവേകം കൊണ്ട് തിരിച്ചറിയുന്നു. എന്തിനാണ് ആ തിരിച്ചറിവ് സഹായിക്കുന്നത്? അതിൽ വർജനീയമായതിനെ ഒഴിവാക്കാൻ, അവർജനീയമായതിനെ സ്വീകരിക്കാൻ ആണ് വിവേകം ഏതി ഉപയോഗിക്കുന്നത്. അവിടെ യുക്ത, യോഗയുക്തനായി സമാചരേ, സമ്യക് ആയി ആചരിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതാണ് യതിമാർ ചെയ്യേണ്ടതെന്നാണ്. പക്ഷെ യതിമാർ ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ ദോഷങ്ങൾ യതിയെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. യോഗത്തെ വിട്ട് പ്രവൃത്തിയിലേക്ക് പോകാൻ പാടില്ല. അതിനുള്ള സമാചരണം എന്ന് പറയുന്നത് യുക്തനായി തന്നെ ഇരിക്കണം. സദാസമയവും യോഗത്തോടുകൂടി തന്നെ ഇരിക്കണം. കർമ്മത്തിന് വേണ്ടി യോഗത്തെ വിടരുത്, യോഗത്തെ വിട്ടിട്ട് കർമ്മത്തിലേക്കും പോകരുത്. വിവേകത്തെ ഒരിക്കലും കൈപിടിയാൻ പാടില്ല. എന്താണ് തന്നെ ബാധിക്കുന്നത്, തന്റെ ആത്മബോധത്തെ ബാധിക്കുന്നത്, തന്റെ മനസ്സിനെ സങ്കുചിതമായി ബന്ധിക്കുന്നത് എന്ന് സദാസമയവും തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ് അതിനെല്ലാം ഒഴിവാക്കണം. ജീവിതം തന്നെ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയാകരുത്, ആത്മശുദ്ധിക്ക് വേണ്ടിയായിരിക്കും. ആത്മശുദ്ധിക്ക് വേണ്ടിയുള്ള ജീവിതമായിരിക്കും. അതാണ് ഒരു രീതി സ്വീകരിക്കേണ്ടത്. ആത്മശുദ്ധിക്ക് ശ്രമിക്കാത്തവൻ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല. മറ്റുള്ളവരെ ഉപദേശിക്കുന്നവൻ സ്വയം ഉപദേശിക്കാതിരുന്നാൽ അത് വ്യർത്ഥമായിത്തീരും.
വാസ്തവത്തിൽ അവനവനെയാണ് ഉപദേശിക്കേണ്ടത് സദാസമയം. അവനവനെയാണ് സദാസമയവും നന്നാക്കേണ്ടത്. അങ്ങനെ അതാണ് യതി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ആത്മശുദ്ധിക്ക് വേണ്ടി. നമ്മുടെ ആചാര്യന്മാർ പറയുന്ന പോലെ മമ ബോധവിശുദ്ധയെ, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, അല്ല വേറെ ആരെങ്കിലും ബോധത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പഴയ ആചാര്യന്മാരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും അതൊരു സ്വാർത്ഥതയല്ലേ? തീർച്ചയായിട്ടും അതാണ് ഈ യഥാർത്ഥത്തിലുള്ള സ്വാർത്ഥത. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വം എന്ന് വെച്ചാൽ ആത്മാവ്, സ്വാർത്ഥം ആത്മാർത്ഥം. ആത്മാർത്ഥമായിട്ടേ ഒരു യതിക്ക് പ്രവർത്തിക്കാനുള്ളൂ, പരാർത്ഥമായിട്ടില്ല. പരാർത്ഥമായി പ്രവർത്തിക്കുന്ന അജ്ഞനാണ്, ആത്മാർത്ഥം പ്രവർത്തിക്കുന്നു. ഉപജീവിക സമൂഹം, അതെല്ലാം കൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാകും. എങ്ങനെ? ഒരുവൻ നന്നായി കഴിഞ്ഞാൽ സമൂഹം നന്നാകുന്നു. സ്വയം നശിച്ചിട്ട് ഒരുവൻ സമൂഹത്തെ നന്നാക്കാനും പറ്റത്തില്ല. മഹാപുരുഷന്മാരുടെ ജീവിതമൊക്കെ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവര് നന്നായതുകൊണ്ട് സമൂഹം നന്നായി. ബുദ്ധൻ നന്നായി, സമൂഹം നന്നായി. ബുദ്ധന്റെ ചുറ്റോടെ സമൂഹം നന്നായി. കൃഷ്ണൻ നന്നായി, സമൂഹം നന്നായി. അപ്പൊ അവനവൻ നന്നാകുമ്പോഴേ സമൂഹം നന്നാവും. അല്ല അവനവനെ നന്നാക്കാത്ത സമൂഹത്തെ നന്നാക്കാൻ പോയാൽ സമൂഹത്തിന്റെ നാശം അവനെ ബാധിക്കും, അവൻ നന്നാകത്തില്ല. അതുകൊണ്ട് ഇവിടെ യതി സ്വാർത്ഥമായാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനമാണ് വാസ്തവത്തിൽ സമൂഹത്തെ നന്നാക്കുന്നത്. അല്ലാതെ സമൂഹത്തെ നന്നാക്കണമെന്നുള്ള രീതിയിൽ സ്വയം നശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞത് മമ ബോധവിശുദ്ധയെ, എന്റെ എല്ലാ പ്രവൃത്തികളും എന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആരെങ്കിലും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നതും ഗ്രന്ഥങ്ങൾ രചിക്കുന്നതും ഒന്നും. സ്വയം നന്നാകാൻ വേണ്ടിയിട്ടാണ്. അതാണിവിടെ പറയുന്നത്. രാഗദ്വേഷവിയുക്തങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. രാഗദ്വേഷവിയുക്തങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവർജനീയങ്ങളായ വിഷയങ്ങളിൽ യോഗയുക്തനായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഏറ്റവും വലിയ സാമൂഹ്യ സേവനം എന്ന് പറയുന്നത്. ഇത് ഒരു യതി സ്വീകരിക്കണമെന്നാണ്. ഇത് വാക്യാർത്ഥം. ഇതാണ് ഇതിന്റെ താല്പര്യം, ശ്ലോകത്തിന്റെ താല്പര്യം. അങ്ങനെ ദുഃഖത്തെ ദഹിക്കുക. നമ്മുടെ സങ്കല്പങ്ങൾ തന്നെയാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. അപ്പം അത്തരം സങ്കല്പങ്ങൾ ഏറ്റവും ക്ഷുദ്രങ്ങളായിരിക്കും, പരിമിതങ്ങളായിരിക്കും. അതിനെ ഒഴിവാക്കുക. മനസ്സിന്റെ വിശാലത എന്നെല്ലാം നമ്മൾ പറയുമല്ലോ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ആത്മബോധം കൊണ്ടുവരുന്ന വിശാലത, അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ സാധാരണ മനുഷ്യന് വരുന്ന ദീനാനുകമ്പയും പരോപകാര തൽപരതയും അതൊന്നുമല്ല ഇവിടെ. ആത്മബോധം കൊണ്ട് മനസ്സ് വിശാലമാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അതിൽ വന്നോളും. അതിനോട് ചേർന്ന് വരുന്ന ദീനാനുകമ്പയും ജീവകാരുണ്യവും മറ്റും മാത്രമേ ഒരു യതിക്ക് ഈ പറയുന്ന തരത്തിലുള്ള ശാന്തിക്ക് ഉപകരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ദീനാനുകമ്പയും സേവന തൽപരതയും എല്ലാം കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം കാലക്രമേണ നഷ്ടപ്പെടുകയും സ്വയം അധപ്പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സ് ആത്മസ്വരൂപത്തിൽ നിശ്ചലമാകുക. അതിന് സഹായിക്കുന്ന തരത്തിൽ സമാചരയെ, സമൂഹത്തിൽ പ്രവർത്തിക്കണം. ഇവിടെ ഈ സമാധിയിലിരിക്കാൻ പറയുന്നില്ല, വിഷയങ്ങളിൽ പ്രവർത്തിക്കാനാണ് പറയുന്നത്. അവർജനീയേഷു വിഷയേഷു എന്നാണ്. ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടാനാണ് പറയുന്നത്. അങ്ങനെ ആ വ്യവഹാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരാൾ കൃതകൃത്യനായി ചെയ്യുക. ഒന്നും ചെയ്യാതിരുന്നിട്ട് കൃതകൃത്യനാകുകയല്ല. ചില പറയും എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ കൃതകൃത്യനായി. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. എല്ലാം ചെയ്തുകൊണ്ട് തന്നെ കൃതകൃത്യനായിരിക്കുക. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ
ഒന്നും ചെയ്യാൻ ഇല്ലാത്തവനായിരിക്കുക. അതാണ് ഇവിടെ പറയുന്ന കൃതകൃത്യത. അങ്ങനെ ആയിത്തീരുക എന്നാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. അസ്യ ഹിതിക്ക് പ്രസാദേ ചിത്തസ്വാസ്ഥ്യം കൈവരുമ്പോൾ സർവദുഃഖാനാം ഹാനി, സർവദുഃഖങ്ങളുടെയും ഹാനിനാശം, ആത്യന്തികമായ നാശം ഉണ്ടാകുന്നു, ഉപജായത ഉണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രസന്നചേതസഃ, ചിത്തസ്വാസ്ഥ്യം കൈവന്നവന്റെ ബുദ്ധി, മനസ്സ്, ആശു വളരെ പെട്ടെന്ന് തന്നെ പര്യവതിഷ്ഠത ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ ആത്മബോധം ദൃഢമായിത്തീരുന്നു എന്ന് താല്പര്യം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശോ ബുദ്ധിപര്യവതിഷ്ഠതേ നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവനാ ന ചാഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം. സേയം പ്രസന്നത സ്തൂയതേ, ഈ പ്രസന്നതയെ സ്തുതിക്കുന്നു. ശാസ്ത്രത്തിൽ സ്തുതിക്കുന്നതെല്ലാം എവിടെയാണ്? ശ്രോതാവിന് ആ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ അഭിരുചി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സ്തുതിക്കുന്നത്. ഒരു കാര്യത്തെ പുകഴ്ത്തി പറയുന്നു. ഇവിടെ അതിനെ പുകഴ്ത്തി പറയുകയാണ്. ഇത് വളരെ മഹത്തായ കാര്യമാണ്, ഒരാൾ എന്ത് പരിശ്രമം ചെയ്തു ഇത് നേടേണ്ടതാണ് എന്ന് പറഞ്ഞ് അതിനെ സ്തുതിക്കുകയാണ്. ഈ പ്രസന്നതയെ നാസ്തി ന വിദ്യതേ ന ഭവതി ഇത്യർത്ഥഃ. ബുദ്ധി ആത്മസ്വരൂപ വിഷയ അയുക്തസ്യ അസമാഹിത അന്തഃകരണസ്യ. ഇവിടെ പറഞ്ഞല്ലോ, ഒരുവന്റെ മനസ്സ് സമാഹിതമായിരിക്കണം, സമനിലയിൽ നിൽക്കണം മനസ്സ്. എപ്പോ? അത് വ്യവഹാരത്തിൽ തന്നെ, ഉറക്കത്തിലോ സമാധിയിലോ അല്ല, വ്യവഹാരത്തിൽ തന്നെ, ദൈനംദിന വ്യവഹാരത്തിൽ തന്നെ സമാഹിതനായിരിക്കണം. സമാഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതിന്റെ അർത്ഥം ഏകാഗ്രത എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷയങ്ങളിലുള്ള ഏകാഗ്രതയല്ല. വ്യവഹാരത്തിൽ തന്നെ മനസ്സ് സമാഹിതമായിരിക്കണം, ഏകാഗ്രമായിരിക്കണം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് വിഷയങ്ങളിൽ മനസ്സ് ഏകാഗ്രമായിരിക്കുക എന്നുള്ള. വിഷയങ്ങളിൽ മനസ്സ് ഏകാഗ്രമായിരിക്കുന്നത് പ്രവൃത്തിക്ക് നല്ലത് തന്നെ, നല്ല കാര്യം തന്നെയാണ്. പ്രവർത്തിക്കുമ്പോൾ മനസ്സവിടെ ഏകാഗ്രമായിരിക്കും. പ്രവൃത്തികൾ നല്ല രീതിയിൽ ചെയ്യുന്നതിന് സഹായിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. എന്താണ്? ആത്മസ്വരൂപ വിഷയ. മനസ്സ് വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആത്മസ്വരൂപത്തിലുള്ള ഏകാഗ്രത നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ചിലർ ചോദിക്കും, ആത്മസ്വരൂപത്തിൽ മനസ്സ് ഏകാഗ്രമായിരിക്കുക, വിഷയത്തിലും മനസ്സ് ഏകാഗ്രമായിരിക്കുക, ഒരേ സമയം മനസ്സെങ്ങനെ രണ്ടു കാര്യത്തിൽ ഏകാഗ്രമാകുമെന്ന് ചോദിക്കും. ആത്മസ്വരൂപത്തിൽ മനസ്സ് ഏകാഗ്രമാകുന്ന മനസ്സ്
ആത്മബോധത്തെ വിട്ട് പോയി വിഷയത്തിൽ ഏകാഗ്രമാകുന്നില്ല വ്യവഹാരത്തിൽ. എന്നുവെച്ചാൽ രണ്ട് ഏകാഗ്രതയുടെ ആവശ്യമില്ല അവിടെ. ആത്മബോധത്തിൽ ഏകാഗ്രമായിരിക്കുന്ന മനസ്സ് ആ ബോധത്തിൽ തന്നെ അന്തർഹിതമായിരിക്കുന്ന വിഷയഭാവന കൊണ്ട് വ്യവഹാരത്തിൽ ഏർപ്പെടുകയാണ്. രണ്ട് ഏകാഗ്രതയുടെ ആവശ്യമില്ല. മറിച്ച് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ആത്മഭാവന ശരീരത്തിനും മറ്റും ഉറച്ചിട്ട് ശരീരഭാവന ആത്മഭാവനയെ കീഴ്പ്പെടുത്തിയാണ് സാധാരണ ജീവന്മാരിൽ വ്യവഹാരം നടക്കുന്നത്. അവിടെയുണ്ട് ആത്മബോധവും ശരീരബോധവുമുണ്ട്. ആത്മബോധത്തിന്റെ സഹായമില്ലാതെ ശരീരബോധത്തിൽ മനസ്സ് നിൽക്കത്തില്ല. അത് അന്ധകാരത്തിലൂടെ പ്രകാശത്തെ കാണും പോലെയാണ്. അന്ധകാരത്തിനും പ്രകാശമുണ്ട്. പ്രകാശത്തിന്റെ സഹായത്തോടെ അന്ധകാരത്തെ കാണാൻ പറ്റുന്നു. അന്ധകാരത്തെ സാക്ഷാത്കരിക്കുന്ന പ്രകാശത്തിലൂടെയാണ്. അതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ആത്മബോധത്തിൽ അതിന് കീഴ്പ്പെട്ട അതിന് അന്തർഭവിച്ചിരിക്കുന്ന വിഷയഭാവനകളുണ്ട്. ആ വിഷയഭാവന കൊണ്ട് തത്വജ്ഞാനി വിഷയത്തിൽ വ്യാപരിക്കുന്നു. അപ്പോൾ അവിടെ രണ്ട് ഏകാഗ്രതയുടെ ആവശ്യമില്ല. തത്വജ്ഞന് ഒരു ഏകാഗ്രത മതി. ആ ഒരു ഏകാഗ്രത കൊണ്ട് അയാളുടെ വിഷയവ്യാപാരങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ആത്മാവിനും ഏകാഗ്രമാകുക, പിന്നെ വിഷയത്തിനും ഏകാഗ്രമാകുക, അങ്ങനെയുള്ളൊരു ദ്വൈതഭാവം മനസ്സിന് വരുന്നില്ല. അദ്വൈതത്തിൽ ദ്വൈതഭാവം വരാൻ വഴിയില്ലല്ലോ. അത് വരുന്നില്ല. ആത്മസ്വരൂപ വിഷയ, ആത്മസ്വരൂപ വിഷയമായിരിക്കുന്നു. അത് വരുന്നില്ല ആർക്ക്? അയുക്തസ്യ. നേരത്തെ പറഞ്ഞല്ലോ, യുക്തൻ ഭാഷകാരൻ പറഞ്ഞു യുക്ത സമാചരേ. അന്ധകരണത്തിൽ ആ യോഗമില്ലാത്തവന് അത് വരുന്നില്ല. അയാൾക്ക് സംഭവിക്കുന്ന എന്താണ്? അയാൾ വിഷയങ്ങളിൽ മനസ്സ് ഏകാഗ്രപ്പെട്ടു പോകും. ആത്മവിസ്മരണം ആർക്ക് സാധ്യമല്ല? നമുക്ക് മറ്റെന്തിനും വിസ്മരിക്കാം, പക്ഷെ ആത്മാവിനെ വിസ്മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് പ്രതിബോധവിദിതം എന്ന് ശ്രുതി വേറൊരു ഭാഗത്ത് പറയും. ആത്മബോധം നഷ്ടപ്പെടുന്ന വിഷയമില്ല, ആത്മബോധം വിസ്മരിക്കുന്ന ഇതില്ല. അതിന് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഉള്ള ഭേദമില്ല. പിന്നെ ജ്ഞാനിയുടെ വിശേഷത എന്താണ്? ആത്മബോധത്തോടുകൂടി വിഷയത്തിൽ വ്യവഹാരത്തിൽ നിൽക്കുക. അതാണ് ജ്ഞാനിയുടെ പ്രത്യേകത. മറ്റവനെന്ത് ചെയ്യുന്നു? ഈ പ്രതിബോധവിദിതമായിരിക്കുന്ന ആ ബോധത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വ്യവഹാരത്തിൽ നിൽക്കുന്നു. സ്വതേ പ്രകാശിക്കുന്നതിനെ കൃത്രിമമായി നഷ്ടപ്പെടുത്തുന്നു. സ്ഥിതപ്രജ്ഞൻ അതിനെ നഷ്ടപ്പെടുത്തുന്നില്ല, മറിച്ച് അതിനധീനമാക്കി വയ്ക്കുന്നു ബാക്കിയുള്ള എല്ലാ വിഷയബോധങ്ങളെയും. അതാണ് അദ്വൈതബോധത്തിൽ പിന്നെ ദ്വൈതത്തിന് സ്ഥാനമില്ല. അയുക്തസ്യ അസമഹിതാന്തകരണസ്യ, അയുക്തന് അത്തരത്തിലുള്ള അന്ധകരണം ഇല്ലാത്തവന് ബുദ്ധി നാസ്തി ന വിദ്യതേ ന ഭവതി, അവന് വിവേകം ഇല്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ വിവേകം എന്നാണ്. ഇവിടെ മുമ്പ് പറഞ്ഞു വന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറയുകയാണ്. സാധാരണ ഒരുവനെ കുറിച്ച് പറയുന്നു. സാധാരണ ഒരുവനെന്ന് പറയുമ്പോൾ അവൻ യതിയുമാകാം, ഇതൊന്നുമല്ലാത്ത സാധാരണ മനുഷ്യനുമാകാം. എല്ലാം ഒരുപോലെ തന്നെയാണ്.
അവന്റെ പല ഭാവനകളുണ്ട്. ചിലപ്പോൾ എതിർത്ത് ഭാവനയായിരിക്കും അവന്റെ ആത്മബോധത്തെ തടയുന്നു. താൻ എരി എന്നുള്ള ഭാവന അതവന്റെ ആത്മബോധത്തെ തടയും. സാധാരണ മനുഷ്യന് അതൊന്നും ചിന്തിക്കുന്നില്ല. അവന്റെ ശരീരബോധം തന്നെ ആത്മബോധത്തെ തടയും. മറ്റത് സന്യാസം തടയും, മറ്റത് ലൗകികം തടയും. ഏതായാലും എന്തുവരുന്നു? അയുക്തസ്യ അസമാഹിത അന്ധകരണസ്യ. ഇത് പരിശീലിക്കാത്തവനാണ് ഈ അസമാഹിത അന്ധകരണം എന്ന് പറയുന്നത്. ആത്മഭാവനയെ പരിശീലിക്കാത്തവൻ, അവന് ന വിദ്യതേ, അവനിൽ ബുദ്ധി നിൽക്കുന്നില്ല, വിവേകം നിൽക്കുന്നില്ല. ഇത് പരസ്പര അപേക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് നിൽക്കുന്നു, ഒന്നില്ലെങ്കിൽ മറ്റൊന്നുമില്ല. ഒന്ന് വളരുന്നതിനനുസരിച്ച് മറ്റും വളരുന്നു. എന്നുവെച്ചാൽ അയുക്തസ്യ ഭാവന, അയോഗമില്ലാത്തവന് ഭാവനയില്ല, ആത്മജ്ഞാന അഭിനിവേശം. ആത്മജ്ഞാനത്തിനുള്ള അഭിനിവേശം മനസ്സിൽ നിൽക്കുന്നു. അഭിനിവേശം എന്ന് പറയുമ്പോൾ മനസ്സിന് സഹജമായി വരുന്ന ഒരു തൽപരത. നമ്മൾ സാധാരണ പറയുന്ന അഭിനിവേശമാണ്. മനസ്സിന് സഹജമായി തന്നെ ആത്മഭാവനയിൽ നിൽക്കുന്നതിനുള്ള ഒരു തൽപരത വരും മനസ്സ്, അഭ്യാസം കൊണ്ട്. ആ തൽപരതയെ വിട്ടിട്ട് മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. മനസ്സ് വിഷയങ്ങളിൽ നിൽക്കുമ്പോൾ പോലും ആത്മഭാവനയ്ക്കുള്ള ആ തൽപരത മനസ്സ് വിടാത്തതുകൊണ്ടാണ് മനസ്സ് നിരന്തരം ആ ഭാവനയിൽ നിലനിൽക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മജ്ഞാന അഭിനിവേശം എന്ന് പറയുന്നത്. ആ തൽപരത ഇല്ലാത്ത മനസ്സിലാണെങ്കിലോ വിഷയ വ്യാപാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭാവന നഷ്ടപ്പെട്ടു പോകുന്നു. വിഷയബോധം ആത്മഭാവനയെ കീഴ്പ്പെടുത്തിക്കളയും. അസമയം ഈ തൽപരതയുള്ള മനസ്സാണെങ്കിലോ വിഷയബോധത്തെ ആത്മഭാവനയിൽ അന്തർഭവിപ്പിക്കും. ആത്മഭാവനയിൽ തന്നെ വിഷയങ്ങൾ നിൽക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ച് ആത്മഭാവനയെ വിട്ടിട്ടൊരു ഏകാഗ്രത അവിടെ ആവശ്യമായി വരുന്നില്ല. അതാണ് സമദർശിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മജ്ഞാന അഭിനിവേശത്തെ, അതിന്റെ മനസ്സിന്റെ സഹജമായ ആ തത്പരത, അത് യോഗയുക്തമായ മനസ്സുള്ളവനെ കിട്ടത്തുള്ളൂ. തഥാ നച അസ്തി അഭാവയദേഹ ആത്മജ്ഞാന അഭിനിവേശം അകുർവതഃ ശാന്തിവശമഃ. ഈ മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നത് എന്താണ്? അതിലൂടെ ഭാഷകാരൻ പറയുന്നത് ഉപശമം. മനസ്സ് ശമിച്ചിരിക്കുന്നതാണ് മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നത്. അസ്വസ്ഥതയില്ലാതിരിക്കുക. അപ്പൊ യതിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്താണ്? അത് യതി ഭാവനയാണ് എപ്പോഴും മനസ്സിനെ അസ്വസ്ഥമാകുന്നത്. ഭാഷകാരൻ ഇവിടെ പറയുന്നിടത്തിന് യതിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു യതിക്ക് തന്നെ കുറിച്ച് ഒരുപാട് ഭാവനകളുണ്ട്. താൻ ഇന്നാരാണ്. ആ ദേഹഭാവന ഒന്നുകൂടി വളർന്ന ഭാവനകളാണ്. താൻ പൂജ്യനാണ്, ശ്രേഷ്ഠനാണ്, ദിവ്യനാണ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഭാവനകൾ വരും. ഇത്തരം ഭാവനകളാണ് മനസ്സിനെ അശാന്തമാക്കുന്നത്, യതിയുടെ മനസ്സിനെ അശാന്തമാക്കുന്നത്. ആത്മഭാവനയെ പരിശീലിക്കാതെ താൻ ആത്മാവാണെന്ന് കൃത്രിമമായി ഭാവന ചെയ്താലും അത് മനസ്സിനെ അസ്വസ്ഥമാക്കും. അതും മനസ്സിന് അസ്വസ്ഥതയുണ്ടാകും. കാരണം അതിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമം മനസ്സിന് തകിടം മറിക്കും. ഒരാൾ കൃത്രിമമായി ഭാവന ചെയ്യുകയാണ് ഞാൻ ആത്മാവാണ്, അതിന്റെ വഴിക്കല്ല പ്രവർത്തിക്കുന്നത്.
തനിക്ക് ആത്മാവായി ഈ തീർന്നേ തീരും എന്ന് വാശി പിടിച്ച ഒരാൾ ആത്മാവാൻ ശ്രമിക്കുന്നു. അതും അസ്വസ്ഥതയുണ്ടാക്കും മനസ്സ്. അപ്പൊ ഇതെല്ലാം എന്താണോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് യതിയെ സംബന്ധിച്ച്. യതിയെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ യതിയുടെ മനസ്സിന് യതി മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അവിടെ അതിന് ശരിക്കും യതി കാണണമെന്നുള്ളതാണ്. അതിനെ കണ്ട് അവൻ തന്നെ തിരിച്ചറിയണം. ഈ ആത്മബോധം എന്നൊക്കെ പറയുന്നതിന് എന്താണ്? അവനവനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. കൃത്രിമമായ ഭാവനകളുണ്ടാക്കി അവനവനെ തിരിച്ചറിയാതിരിക്കുന്നു മനുഷ്യൻ, ജീവൻ. യതിയും അത് തന്നെ ചെയ്യും. താൻ യതിയാണെന്നുള്ള ഭാവന വരുമ്പം തന്നെ പോയി തിരിച്ചറിവ് അവിടെ നഷ്ടപ്പെടുന്നു. മനസ്സവിടെ ഉപശമിക്കണം. മനസ്സുപശമിക്കുന്നതിന് വേണ്ടി ഇവിടെ പറഞ്ഞല്ലോ, ആത്മജ്ഞാന അഭിനിവേശം കൊണ്ടേ അത് സാധ്യമാവും. മനസ്സിൽ ആത്മജ്ഞാന തൽപരത നിന്നാലേ സാധ്യമാവും. വ്യവഹാരത്തിൽ നിൽക്കുമ്പോൾ അത് അഭ്യാസം കൊണ്ടേ പറ്റും. അതിന്റെ അഭ്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന ശ്രവണ മനനങ്ങളാണ് അതിന്റെ അഭ്യാസം. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആർജിതമായ വിവേകം വേണം. വർത്തമാന ജന്മത്തിൽ, ഈ ജന്മത്തിൽ തന്നെ ആർജിതമായ വിവേകം വേണം. സഹജമായ വിവേകം കൊണ്ട് അത് നേടാം. അതിന് പുണ്യം വേണം. കോടാനുകോടിയിൽ ഒരുവനെ അങ്ങനെ സഹജമായ വിവേകം പുണ്യം കൊണ്ട് സിദ്ധിക്കും. അല്ലാത്തവർക്കെല്ലാം ചെയ്യുന്നു, അത് ആർജിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കാത്തവന് ഈ പറയുന്ന മനസ്സിന്റെ വശം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ആയിരക്കണക്കിന് വർഷം വേണമെങ്കിൽ നിർവികൽപ്പ സമാധിയിരിക്കാം, കഴിയും. എന്നാലും മനസ്സിന്റെ വശമം വരണമെന്നില്ല. കാരണം ഉണർന്നിരിക്കുന്നവനാണ് ആയിരക്കണക്കിന് വർഷം കാലബോധം. സമാധിയിരിക്കുന്നവന് അവിടെ ആയിരക്കണക്കിന് വർഷമില്ല, ക്ഷണമേ ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷത ഒന്നും സംഭവിക്കുന്നില്ല. വീണ്ടും അവൻ കാലത്തിന്റെ ബോധത്തിലേക്ക് വരുമ്പം പഴയ സ്ഥിതി തന്നെ ഇരിക്കും. ഒരു വ്യത്യാസം വരത്തില്ല. അനന്ത യുഗങ്ങളിരുന്നു കഴിഞ്ഞാലും ശരി, കാലബോധത്തിലേക്ക് വരുമ്പോൾ അവൻ വർത്തമാനത്തിലേക്ക് വരുമ്പോൾ പഴയ ആള് തന്നെയായിരിക്കും. ഉപശമം ശ്രദ്ധിക്കത്തില്ല. ഉപശമം വിവേകം കൊണ്ടേ ശ്രദ്ധിക്കും. അതാണ് ഇവിടെ പറയുന്നത്, ആത്മജ്ഞാന അഭിനിവേശം അകുർവത. അതൊരുവൻ ചെയ്യേണ്ടതാണ്. കൃധാതുവിന്റെ അർത്ഥം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. പരിശ്രമത്തെ കാണിക്കുകയാണ്. അകുർവത ചെയ്യാത്തവന്, മനസ്സിലാ താല്പര്യത്തെ കൊണ്ടുവരാത്തവന് ഉപശമ നാസ്തി, ഉപശമം ഉണ്ടാകത്തില്ല, ശാന്തമാകത്തില്ല. വലിയ കാര്യങ്ങളെയൊക്കെ ത്യജിച്ചു എന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങളെ ത്യജിച്ചിട്ടില്ല. ആ വലിയ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അഭിനിവേശം അതേ തോതിൽ ചെറിയ കാര്യങ്ങളിലേക്ക് വരുന്നു. അതാണ് യതി സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ തന്റെ കുടുംബത്തെ ഉപേക്ഷിക്കുന്നു, ബന്ധുജനങ്ങളെ ഉപേക്ഷിക്കുന്നു, എന്തിനും മാതാപിതാക്കളെപ്പോലെ ഉപേക്ഷിക്കുന്നു. അതൊക്കെ വലിയ ത്യാഗമാണ്, വലിയ കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യന് ചെയ്യാൻ അസാധ്യമായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരുവൻ വളരെ നിസ്സാരമായ ക്ഷുദ്രമായ കാര്യങ്ങൾ കയറി പിടിച്ചിട്ട് മറ്റതിനോട് കാണിക്കേണ്ട അഭിനിവേശം മുഴുവൻ ഇത് കാണിക്കും.
വ്യത്യാസമൊന്നും വരുന്നില്ല. പറയുന്നില്ലേ, ഇതെല്ലാം ഉപേക്ഷിച്ചിറങ്ങിയവൻ അവസാനം മുറിവ് പിടിച്ചിരിക്കുന്നത് 1 മീറ്റർ വലിപ്പമുള്ള തന്റെ ഇരിപ്പിടത്തിലായിരിക്കും. അതിനുവേണ്ടി അവൻ കുസ്തി പിടിക്കും. അതിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് കണക്ക് കൂട്ടും. അതിന് എത്രയോ വിലപ്പെട്ട സാധനങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് താൻ വന്നതെന്നുള്ള കാര്യം ചിന്തിക്കത്തില്ല. അത് കാരണം മനസ്സിന്റെ അഭിനിവേശം എവിടെയെങ്കിലും നിർത്തും. മായ അവനെ വിടത്തില്ല. വലിയ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു ജയിച്ചു എന്ന് കരുതുമ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അവനെ നിർത്തും. അതുകൊണ്ട് ഈ യതിത്വം വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതിലൂടെ ഒരാൾ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും മായ സമ്മതിക്കത്തില്ല. ആരുടെയും കുറ്റമല്ല ഇത്. മായയുടെ ശക്തി അത്രയും വലുതാണ്. അതുകൊണ്ട് അകുർവത ഇവിടെ പറയുന്നു. പരിശ്രമം അവിടെ ആവശ്യമാണ്. അത് ചെയ്യാത്തവന് സാധ്യമല്ല. ഇതിനെയൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം അവന് വേണം. താൻ ഏതിനെല്ലാം വിട്ട് താനിപ്പോ ഏതിലൊക്കെ പിടിച്ചിരിക്കുന്നു, ഈ വിവേകം അവന് വേണം. ആത്മജ്ഞാനാഭിനിവേശം അകുർവത. ആത്മജ്ഞാനാഭിനിവേശത്തെ ചെയ്യാത്തവന് ശാന്തി, അവന് ശാന്തിയില്ല. സന്യാസിയായാലും ശാന്തിയില്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇതിനും നല്ല വീടായിരുന്നു, ഇതിനും സുഖമുണ്ടായിരുന്നു. അശാന്തസ്യ കുതസുഖം. അശാന്തിയുള്ളവന് എവിടെ സുഖം കിട്ടും? വീട്ടിലും സുഖമില്ല, ആശ്രമത്തിലും സുഖമില്ല. ആത്യന്തികമായിട്ട് ആ സുഖം നഷ്ടപ്പെടുന്ന എന്തുകൊണ്ട്? ഇന്ദ്രിയാണാം ഹി വിഷയ സേവാ തൃഷ്ണാദ നിവൃത്തൽ യാ തസുഖം. ഇന്ദ്രിയങ്ങൾക്ക് വിഷയ സേവാ തൃഷ്ണയിൽ നിന്നും വരുന്ന നിവൃത്തി, ഈ വിഷയസേവ എന്ന് പറയുമ്പം വലിയ വിഷയങ്ങളൊന്നും ധരിക്കണ്ട. ഉടനെ പറയും കാമിനി കാഞ്ചന ത്യാഗമെന്ന്. മനസ്സ് പോകുന്ന എവിടെയാണ്? വലിയ വലിയ കാര്യങ്ങൾ. ചിലപ്പോൾ അതൊക്കെ നമുക്ക് സാധിച്ചെന്നിരിക്കും. കാമിനി കാഞ്ചന ത്യാഗമൊക്കെ വളരെ പ്രയാസമുള്ളതാണെങ്കിലും ചിലരത് അനായാസമായി സാധിക്കും. അതൊന്നും ഒരു വലിയ വിഷയമാകത്തില്ല. പക്ഷെ ബുദ്ധി ആസനത്തിയിരിക്കും. അത് വലിയ കാമിനിയും കാഞ്ചനമൊന്നുമല്ല. അപ്പോൾ വലിയ ത്യാഗങ്ങളൊക്കെ സാധിക്കുന്നവനും ചെറിയ കാര്യങ്ങൾ കുടുങ്ങിപ്പോകും. അതെന്തുകൊണ്ട്? ഇതാണ് മായയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ചില വിചാരിക്കും ഞാൻ ഇത്രയും വലിയ ത്യാഗി, ഞാൻ എന്തെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച്. പക്ഷേ അവസാനം അവന്റെ ഉടവസ്ത്രത്തിൽ വരുന്ന ആസക്തിയായിരിക്കും അവനെ ബന്ധിക്കുന്നത്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ചത് ശരിയല്ലേ. പക്ഷെ അതിൽ കാണിക്കുന്ന അതേ ആസക്തി, അതേ അഭിനിവേശം, അതേ തീവ്രതയോടുകൂടി സ്വന്തം ഉടവസ്ത്രത്തിലിരിക്കും. അങ്ങനെ തന്റെ ചെറിയ ചെറിയ താല്പര്യങ്ങളിലിരിക്കും. അതല്ലെങ്കിൽ താൻ വലുതായിട്ട് ചെറിയ താല്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കും. അവിടെ നിൽക്കും മനസ്സ്. അതുകൊണ്ട് ഈ വിഷയതൃഷ്ണ എന്ന് പറയുമ്പം ആ വലിയ കാര്യങ്ങളിലുള്ള വിരക്തി എന്ന് മാത്രം നമ്മൾ എടുക്കരുത്. നിസ്സാര കാര്യങ്ങളിൽ അറിയാതെ വന്നു പോകുന്ന അഭിനിവേശങ്ങൾ, അതിൽ നിന്നും ഉള്ള വിരക്തി, അതും എടുക്കണം. ഇന്ദ്രിയാണാം വിഷയ സേവാ തൃഷ്ണാദ നിവൃത്തി, അത് വരുന്നു. ഇന്ദ്രിയങ്ങളുടെ നിവൃത്തി എന്ന് പറയുമ്പോൾ മനസ്സിന് വരുന്ന നിവൃത്തിയാണ് മുഖ്യം. ഇന്ദ്രിയങ്ങളാണ് അതിന് മുഖ്യ ഉപകരണമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ദ്രിയങ്ങളെ പറയുന്നത്. ഇന്ദ്രിയങ്ങൾ വാസ്തവത്തിൽ പാവങ്ങളാണ്. മനസ്സാണ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അപ്പോൾ ആ മനസ്സിൽ വരുന്ന ആ നിവൃത്തി തത്സുഖം,
അതാണ് സുഖം. എല്ലാ വലിയ കാര്യങ്ങളിൽ നിന്നും എല്ലാ ചെറിയ കാര്യങ്ങളിൽ നിന്നും മനസ്സ് വിതൃഷ്ണമായിരിക്കുന്നു. ന വിഷയ തൃഷ്ണ ദുഃഖമേവ ഹിസ പറയുന്നു. ആത്മഭിന്നമായി ഏതെങ്കിലും കാര്യത്തിൽ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അതിൽ വരുന്ന തൃഷ്ണ അതെന്താണ്? ദുഃഖമേവ ഹിസ, അത് ദുഃഖമാണ്. അത് ദുഃഖത്തെ ഉണ്ടാക്കും. ചെറിയ ചെറിയ അഭിമാനങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത്, വലിയ വലിയ ത്യാഗം ചെയ്തതിന് ശേഷം നമ്മൾ സൂക്ഷിക്കുന്ന ചെറിയ ചെറിയ അഭിമാനങ്ങൾ, ആ അഭിമാനങ്ങൾ കൂടി എന്ത് വരുന്നു? ദുഃഖത്തെ ഉണ്ടാക്കും. തൃഷ്ണായാം സത്യം സുഖസ്യ ഗന്ധമാത്രമപി ഉപപദ്യതേ ഇത്യർത്ഥഃ. അതാണ് എന്റെ താല്പര്യം. ഇവിടെ പറയുന്നു തൃഷ്ണായാം സത്യം, തൃഷ്ണയിരിക്കെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാവത്തിലതിരിക്കെ സുഖസ്യ ഗന്ധം മാത്രമപ്പി ബോധ്യ, സുഖലേശം പോലും ഉണ്ടാകത്തില്ല. എത്ര വലിയ ത്യാഗി എന്ന് പറഞ്ഞാലും ശരി. ഇനി ഒരു രാജ്യത്തെ ത്യജിച്ചു, ചക്രവർത്തി പദത്തെ ത്യജിച്ചു, പിന്നെ കുടുംബത്തെ ത്യജിച്ചു, ബന്ധുക്കളെ ഉപേക്ഷിച്ചു, സമ്പത്തിനെ ഉപേക്ഷിച്ചു, എല്ലാം ത്യജിച്ചാലും ശരി, അവന്റെ മനസ്സ് എവിടെയെങ്കിലും പോയിട്ട് അവിടെ നിന്നു കഴിഞ്ഞാൽ അവിടെ തൃഷ്ണ അവിടെ നിൽക്കുന്നു. ഒരു സ്ഥലം വിട്ട് അത് വേറെ സ്ഥലം, മായവിനെ എവിടെയാണ് കീഴ്പ്പെടുത്തിയെന്നറിയത്തില്ല. എവിടെയെങ്കിലും അവിടെ പിടിച്ചു നിർത്തും. ഒരിക്കൽ ഒരു സാധു സന്യാസി വളരെ കാലം ഹിമാലയത്തിലിരുന്ന് തപസ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ തപസ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇവിടെ ഞാൻ ഒരു രൂപയും കയ്യിൽ വെച്ചും കൊണ്ട് 6 വർഷം ഇരുന്നിട്ടുണ്ട്. കഠിനമായ തപസ്സിലിരുന്നപ്പോൾ 1 രൂപ സൂക്ഷിച്ചിരുന്നു. 1 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാധു വേറെ സാധുവിനോട് പറഞ്ഞാണ്. അപ്പൊ അയാൾ ചോദിച്ചു, അപ്പൊ ഈ 1 രൂപ എന്തിനാ കൈവച്ചിരുന്നത്? എന്തെങ്കിലും ആവശ്യം വന്നാൽ. വേറെ ഒന്നുമില്ലായിരുന്നു. അപ്പൊ മുമ്പ് ഉദ്യോഗത്തിലിരുന്നയാളാണ്, മാസം തോറും വലിയൊരു തുക ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നയാളാണ്. ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഹിമാലയത്തിൽ പോയി 10-12 വർഷം അവിടെ തപസ്സിരുന്നു. പക്ഷെ 6 വർഷം ഇയാൾ 1 രൂപയും പിടിച്ചോണ്ടിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ? ബാക്കിയുള്ള എല്ലാം ഉദ്യോഗം ഉപേക്ഷിച്ചു, മറ്റു വരുമാനങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അതൊക്കെ ത്യാഗം തന്നെയാണ്. പക്ഷേ അയാളുടെ കയ്യിൽ മുറിവ് പിടിച്ചിരുന്ന ഈ 1 രൂപ അയാളുടെ മുഴുവൻ ത്യാഗത്തെയും 6 വർഷം കൊണ്ട് നശിപ്പിച്ചാണ്. പറഞ്ഞില്ലേ, വലിയ വലിയ കാര്യങ്ങളെല്ലാം അയാൾ സാധിച്ചു. പക്ഷെ ചെറിയ കാര്യത്തിൽ അയാളെ വീഴ്ത്തിക്കളഞ്ഞു. അത് തിരിച്ചറിയുന്നതിനുള്ള വിവേകം ഈ തപസ്സിന്റെ ഇടയ്ക്ക് ഉണ്ടായില്ല. ശരി, ഒടുവിൽ ഈ 1 രൂപയ്ക്ക് എന്ത് സംഭവിച്ചു? മറ്റേയാൾ ചോദിച്ചാൽ 1 രൂപ അവസാനം എന്ത് പറ്റി? അതെന്തോ ഒരു ആവശ്യം വന്നോ, പിന്നെ ചെലവായി പോയി. കാശിന്റെ ആവശ്യം വന്നു. അത് കഴിഞ്ഞ് പിന്നെ കാശൊക്കെ ആവശ്യത്തിന് കിട്ടി, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ പോയി. അപ്പൊ ഇത് ത്യാഗമല്ല. അവിടെയും മനസ്സിൽ തൃഷ്ണയുണ്ട്. അതാണ് 1 രൂപയെ പിടിച്ചു നിർത്തുന്നത്. പക്ഷെ ആ തൃഷ്ണ ലക്ഷങ്ങളിൽ നിന്നും 10,000-ങ്ങളിൽ നിന്നുമെല്ലാം മാറി
ആ ഒരു രൂപയിലിരിക്കുന്നു. അഭിനിവേശം അവിടെയുണ്ട്. ഇതാണ് സാധാരണ യതിമാർക്ക് സംഭവിക്കുന്നത്. യതിമാരുടെ ത്യാഗം അവരെ കൊണ്ട് എത്തിക്കുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ്. അതുണ്ടെങ്കിൽ അതുള്ളിടത്തോളം കാലം മനസ്സിന് സ്വസ്ഥത വരത്തില്ല, മനസ്സിൽ ആശങ്കകളുണ്ടായിരിക്കും. മനസ്സ് താല്പര്യങ്ങളുള്ളിടത്ത് താല്പര്യത്തിന് ഹാനി വരും, ഭംഗം വരും, മനസ്സിലത് അസ്വസ്ഥതയുണ്ടാകും. എന്ന് പറയുന്നു ന വിഷയാ തൃഷ്ണ, ആ തൃഷ്ണ ദുഃഖമേവൈസ ന തൃഷ്ണായാം സത്യാം, മനസ്സിലാ തൃഷ്ണയുണ്ടെങ്കിൽ സുഖസ്യ ഗന്ധ മാത്രമപി ഉപപദ്ധ്യതേ, സുഖത്തിന്റെ ഒരു ലേശം പോലും, ഗന്ധം എന്ന് വെച്ചാൽ ലേശം, സുഖലേശം പോലും ഉണ്ടാകത്തില്ല എന്നർത്ഥം. അതുകൊണ്ടൊരാൾ യതിയായി, അതുകൊണ്ട് മാത്രം അയാൾ സുഖിമാനാണ് എന്നൊരിക്കലും കരുതണ്ട. അയാളുടെ ഉള്ളിൽ തൃഷ്ണ ഏതെങ്കിലും ഭാവത്തിൽ കടന്നുകൂടും, അല്ലെങ്കിൽ മായാശക്തി അത് കടത്തിവിടും, എന്നിട്ട് അയാളെ ദുഃഖിപ്പിക്കും. അതിനെ അതിക്രമിക്കുന്നതിന്, അതിനെ അതിജീവിക്കുന്നതിന് അതാരെയും അനുവദിക്കാറില്ല. അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെങ്ങനെ പല ഭാവത്തിൽ വിശദീകരിക്കുന്നത്, ആവർത്തിക്കുന്നത്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. അയുക്തസ്യ, യോഗമില്ലാത്തവന് ബുദ്ധി നാസ്തി, വിവേകമില്ല. അയുക്തസ്യ, യോഗമില്ലാത്തവന് ന ഭാവന, ആത്മജ്ഞാനത്തിനുള്ള അഭിനിവേശം അതവനിലുണ്ടാകത്തില്ല. എന്നുവെച്ചാൽ അഭാവയത, മനസ്സിൽ താല്പര്യമില്ലാത്തവന്, ആത്മജ്ഞാനത്തിനോടുള്ള താല്പര്യമില്ലാത്തവന് എന്ന ശാന്തി, മനസ്സിന് വശമം, ശാന്തി സംഭവിക്കുന്നില്ല. അശാന്തസ്യ കുതസുഖം, ശാന്തിയില്ലാത്തവന് കുതസുഖം എന്ന് പറഞ്ഞാൽ സുഖമില്ല, സുഖവും ഉണ്ടാകുന്നില്ല. ഇവിടെ പറയുന്നത് ആത്മജ്ഞാനത്തിലൂടെ സുഖത്തെ ആർജിക്കാനാണ്. അനുപായമായി ആത്മഭാവനയെ സ്വീകരിക്കാനും പറയുന്നു. അതിന് മുന്നോടിയായിട്ട് ആത്മനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളും വേണം. അതിനെല്ലാം യോഗം സഹായിക്കുന്നു. ഇതെല്ലാം വ്യവഹാരത്തിൽ, ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സാധിക്കണം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാ ഭാവയതഃ ശാന്തി അശാന്തസ്യ കുതസുഖം ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവ വിവംഭസി. അയുക്തസ്യ കസ്മാത് ബുദ്ധിർനാസ്തി ഇതി ഉച്യതേ. യോഗമില്ലാത്തവന് വിവേകമില്ല. യോഗം എന്ന് പറയുന്നൊരു അഭ്യാസമാണ്. വിവേകാഭ്യാസം മുഖ്യമായിട്ട്. ആ വിവേകാഭ്യാസം കൊണ്ട് വിവേകം ദൃഢപ്പെടണം. ആ വിവേകാഭ്യാസത്തിന് ആത്മനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും എല്ലാം സഹായിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയാണാം ഹി യസ്മാത് ചരതാം സ്വസ്വവിശേഷു പ്രവർത്തമാനാനാം യത് മനഃ അനുവിധീയതേ അനുപ്രവർത്തതേ തത് ഇന്ദ്രിയ വിഷയ വികൽപ്പനേന പ്രവൃത്തം മനഃ അസ്യേതേഹേ ഹരതി പ്രജ്ഞാം ആത്മാനാത്മവിവേകജാം നാശയതി.
ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ദ്രിയങ്ങളെ മനസ്സ് പിന്തുടരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, യതിയുടെ മനസ്സും ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞല്ലോ, അവർജനീയേഷു വിഷയേഷു, ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. യതി പ്രവർത്തിക്കുന്ന സന്മാർഗത്തിന്റെ വഴി, ധർമ്മത്തിന്റെ വഴി, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു യതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നിടത്തും ഇന്ദ്രിയാണാം ഹി യസ്മാത് ചരതാം, ഇവിടെ സ്വസ്വവിഷയേഷു, ഓരോ ഇന്ദ്രിയങ്ങളും അതാതിന്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു. പ്രവർത്തമാനാന, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഇനി പറയും എന്താണ്, ഇതിനെ തടയാൻ പറ്റത്തില്ല. ഉണർന്നിരുന്നു കൊണ്ട് ഈ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ ഒരാൾക്ക് തടയാൻ കഴിയത്തില്ല. അത് തടയണമെങ്കിൽ ഒന്നുകിൽ ഉറങ്ങണം, അല്ലെങ്കിൽ സമാധിയെ പരിശീലിച്ച് അതിലേക്ക് പോകണം, അല്ലെങ്കിൽ മൂർച്ഛ, ബോധക്കേട് വരണം. അങ്ങനെയൊക്കെ ഈ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ തടയാൻ പറ്റുള്ളൂ. അപ്പൊ യതിയുടെ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു സ്വസ്വവിഷയേഷു. അയാള് ധർമ്മബോധത്തോടുകൂടി ലോകകാര്യങ്ങളിൽ അയാൾ ഏർപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഏർപ്പെട്ടിരിക്കുമ്പോൾ യത് മനഃ അനുവിധീയതേ അനുപ്രവർത്തന്തേ, മനസ്സ് അതിനനുസരിച്ച് പോകുന്നു. വ്യവഹാരത്തിൽ ഒരിക്കലും സമത്വമില്ല. വ്യവഹാരം എന്ന് പറയുന്നത് അതെപ്പോഴും ഏറിയും കുറഞ്ഞു ഇരിക്കുന്ന കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ അതിൽ ലാഭനഷ്ടങ്ങളുണ്ടാകും, മാനാപമാനങ്ങളുണ്ടാകും, ജയപരാജയങ്ങളുണ്ടാകും. അതാര് പ്രവർത്തിച്ചാലും ശരി, ഏതിയായാലും ശരി, ലൗകിക മനുഷ്യനായാലും ശരി, പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഏതി പ്രവർത്തിക്കുന്നത് കൊണ്ട് അതെല്ലാം ലാഭമായിരിക്കണം, നഷ്ടം വരാൻ പാടില്ല, എല്ലാം ജയമായിരിക്കണം, അങ്ങനെ കരുതാൻ പാടില്ല. അത് പ്രവൃത്തിയുടെ സ്വഭാവമാണ്, അത് കാണിക്കും. ദ്വന്ദ്വാത്മകമാണ്, ഒരു തരത്തിൽ മാത്രം അത് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ കഷ്ടനഷ്ടങ്ങളെല്ലാം ഉണ്ടാകും യതിയുടെ പ്രവർത്തനങ്ങളിലും. പക്ഷേ യത് മനഃ അനുവിധീയതേ, മനസ്സ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ അനുപ്രവർത്തന്തേ, പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ഫലങ്ങൾ അതനുസരിച്ച് മനസ്സും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന്റെ വിവേകത്തെ നഷ്ടപ്പെടുത്തും. അവന്റെ പ്രവൃത്തിയിലൂടെ, അല്ലെങ്കിൽ ആ പ്രവൃത്തി മധ്യത്തിലിരുന്നു കൊണ്ട് തന്നെ അവൻ ആർജിക്കുന്ന വിവേകത്തെ ഈ പ്രവൃത്തി നഷ്ടപ്പെടുത്തും. ഏതി വിവേകത്തെ ആർജിക്കുന്ന പ്രവൃത്തിയിലിരുന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ഏതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ചും ഭഗവാൻ ഉപദേശിക്കുമ്പോൾ ഭാഷ്യകാരനൂടെ ഏതി എന്ന് പറയുന്നുണ്ടെങ്കിലും ഭഗവാൻ ഉപദേശിക്കുമ്പോൾ ഭഗവാന്റെ ജീവിതത്തെ മുൻനിർത്തി തന്നെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അവിടെ വ്യവഹാര മധ്യത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് യുദ്ധരംഗത്ത്, യുദ്ധം പോലെയുള്ള കർമ്മങ്ങളിൽ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, പ്രവൃത്തിയേക്കനുസരിച്ച്, അതായത് പ്രവൃത്തിയിൽ വരുന്ന ദ്വന്ദ്വാത്മകതയെ മനസ്സ് ഉൾക്കൊള്ളാൻ പാടില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്. സ്ഥിതപ്രജ്ഞന്റെ അന്ധകരണം ഒരിടത്ത് ഏകാഗ്രപ്പെട്ടാൽ മതി, ആത്മഭാവന ദൃഢപ്പെട്ടാൽ മതി, ബാക്കിയെല്ലാം അതിൽ അന്തർഭവിച്ചു പോകും. ആത്മഭാവനയിൽ നിന്നുകൊണ്ട് വ്യവഹാരങ്ങൾ ചെയ്യുന്നു. വ്യവഹാരത്തിൽ പ്രത്യേകം മനസ്സിന് ഏകാഗ്രപ്പെടേണ്ട കാര്യമില്ല. അതാണ് ഇവിടെയും പറയുന്നത്. മനസ്സ് ആത്മഭാവനയിൽ തന്നെ ഇരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇത് പല ഭാഗങ്ങളിൽ ഇത് ആവർത്തിക്കും. ഗുണാഗുണേഷു വർത്തന്തേ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു, പല ഭാഗങ്ങളിൽ ഈ കാര്യം പറയും. അവിടെ മനസ്സിന് ഇളക്കമില്ല, ഇന്ദ്രിയങ്ങൾക്ക് ഇളക്കമുണ്ട്. അത് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കർമ്മത്തിന്റെ സ്വഭാവം കാണിക്കും. ധർമ്മത്തിലാണെങ്കിൽ കൂടിയും അതാണ് സ്വസ്വവിഷയേഷു പ്രവർത്തമാനാനാം, അനുകൂല പ്രതികൂല ഭാവങ്ങളതിന്റെ പ്രവൃത്തികൾ ഉണ്ടാക്കും.
ദ്വന്ദ്വ ഫലങ്ങളെ ഉണ്ടാക്കും, ജയപരാജയ രൂപത്തിലുള്ള ഫലങ്ങളെ ഉണ്ടാക്കും. ഏതിയായാലും ശരി. മനഃ അനുവിധീയതേ മനഃ അനുപ്രവർത്തന്തേ. അപ്പൊ അവിടുത്തെ പരാജയത്തിൽ മനസ്സും പരാജയത്തിലേക്ക് പോയാൽ, അവിടുത്തെ വിജയത്തിൽ മനസ്സ് വിജയത്തിലേക്ക് പോയാൽ അത് പോകാതിരിക്കുകയാണ്. തദ് ഇന്ദ്രിയ വിഷയ വികൽപ്പനേന പ്രവൃത്തം മനഃ. മനസ്സങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇന്ദ്രിയ വിഷയ വികൽപ്പനേന. ഇന്ദ്രിയങ്ങളും വിഷയവും തമ്മിൽ ചേർന്നുണ്ടാകുന്ന വികല്പങ്ങൾ, അതിന്റെ പ്രവൃത്തിയും ആ പ്രവൃത്തിയുടെ ഫലവും, അത് രണ്ടും വികല്പങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നത് തന്നെ വികല്പമാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ അതും വികല്പങ്ങളാണ്. അതുകൊണ്ട് പ്രവൃത്തം മനഃ, മനസ്സുകൂടി അതിനനുസരിച്ച് ഇളകിക്കഴിഞ്ഞാൽ അസി യതേഹേ പ്രജ്ഞാം ഹരതി, ആ യതിയുടെ വിവേകത്തെ അത് നശിപ്പിക്കും. യതിയുടെ മനസ്സ് അവിടെ പോകാൻ പാടില്ല. ആത്മാനാത്മ വിവേകജാം നാശേരി. എങ്ങനെയുള്ള പ്രജ്ഞ, വിവേകം എന്ന് പറയുന്നത് അയാൾ ആത്മാനാത്മ വിവേകത്തിലൂടെ അയാൾ ആർജിച്ചതായ വിവേകജാം എന്ന് വെച്ചാൽ വിവേകം കൊണ്ട് ജനിച്ചതെന്നാണ്, ഉണ്ടായതാണ്, സ്വപരിശ്രമം കൊണ്ട് അയാൾ ആർജിച്ചതാണ്. ആദ്യം ആർജിക്കണം, പിന്നീട് സഹജമാവും. സഹജമാവാൻ വേണ്ടി ആർജിക്കാതെ സഹജമാകത്തില്ല. ആ പ്രജ്ഞയെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് യതി സൂക്ഷിക്കണം. വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൽപ്പനകൾ, ഭാവനകൾ ഇല്ലാതെ യതി വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. അവിരുദ്ധമായ വിഷയങ്ങളിൽ അത് എപ്പോഴും ശ്രദ്ധിക്കും. ഏത് വിഷയങ്ങളിലും പ്രവർത്തിച്ചിട്ട് അവിടെ മനസ്സിന് കൽപ്പനകൾ ഇല്ലാതിരിക്കുക, ഭാവനകൾ ഇല്ലാതിരിക്കുക എന്നൊന്നും യതിക്ക് അഭിമാനിക്കാൻ പറ്റത്തില്ല. യതിക്ക് പ്രവർത്തിക്കുന്നതിന് ആദ്യം ധർമ്മം, സ്വധർമ്മത്തിലേ യതി പ്രവർത്തിക്കാവൂ. യതിയുടെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അത് സ്വധർമ്മത്തിൽ പ്രവർത്തിച്ചാലേ കിട്ടത്തുള്ളൂ. ആ ധർമ്മത്തിൽ നിന്നുകൊണ്ടാണ് മനസ്സിന് സമാധാനം. അല്ല അധർമ്മത്തിൽ പ്രവർത്തിച്ചിട്ട് അതിലൂടെ സമാധാനം, മനസ്സിന്റെ സമനില വേണം വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിച്ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കും. അങ്ങനെയാണെങ്കിൽ അധർമ്മത്തിൽ പ്രവർത്തിച്ചാലും നമ്മൾ മനസ്സിന്റെ സമനിലയെ നിർത്തിയാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചു പോകും. ദുർവാസനകൾ അങ്ങനെ ചിന്തിപ്പിക്കും. ഉള്ളിലിരിക്കുന്ന ദുഷ്പ്രേരണകൾ മനസ്സിനെ അത് പഠിപ്പിക്കും. എന്നാൽ പിന്നെ ദുർമാർഗത്തിൽ പ്രവർത്തിക്കാം. മനസ്സ് സമാധാനം നിന്നാൽ മതിയല്ലോ, അസംഗനായിരുന്നാൽ മതിയല്ലോ, ആത്മാവിനൊന്നും ബാധിക്കത്തില്ല, എന്ത് വേണം ചെയ്യാം. അതല്ല ഇവിടെ പറയുന്നത്. അവർജനീയമായ വിഷയങ്ങളിൽ ധർമ്മത്തിന്റെ മാർഗത്തിൽ യതി പ്രവർത്തിക്കുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? അതിലൂടെ വിവേകത്തെ ആർജിക്കുന്നു. നേരത്തെ പറഞ്ഞ മനസ്സിന്റെ സമത്വത്തെ ശീലിക്കുന്നു. ആത്മബോധത്തെ അവൻ വളർത്തുന്നു. ഈശ്വരഭാവനയെ അവൻ വളർത്തുന്നു, ആത്മഭാവനയെ വളർത്തുന്നു. ആത്മീയമായി അവന് അനുകൂലമായി വരേണ്ട എല്ലാ ഭാവങ്ങളും ദൃഢപ്പെട്ടു വരുന്നു. അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് അവനിൽ പ്രജ്ഞ ദൃഢപ്പെടുന്നത്. അതിൽ അലംഭാവം വന്നു കഴിഞ്ഞാൽ മനസ്സ് താൻ അറിയാതെ തന്നെ അല്ലെങ്കിൽ തന്റെ നിയന്ത്രണത്തിന് അപ്പുറം വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ പ്രജ്ഞ നശിപ്പിച്ചു കളയും. അവൻ ആർജിച്ച് തന്നെ നശിപ്പിക്കുന്നു. കൂടുതലോട്ട് ആർജിക്കാൻ കഴിയത്തുമില്ല. കഥം എങ്ങനെ? വായുഹോ നാവമിവ അംഭസി ഉദകേ ജിഗമിഷതാം മാർഗാത് ഉദ്ധൃത്യ ഉന്മാർഗേതാ വായു നാവം പ്രവർത്തയതി. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാകുന്നു. ഒരാൾ വള്ളത്തിൽ കയറി ജലത്തെ തരണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അവിടെ എന്ത് വരുന്നു? കാറ്റടിക്കുന്നു, ആ വള്ളത്തെ മറിച്ചു കളയുന്നു. വായു നാവം ഇവ, വായു വള്ളത്തെ മറിക്കുന്നത് പോലെ അംഭസി ഉദകേ ജിഗമിഷതാം, ജലത്തെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ മാർഗാ ഉദ്ധൃത്യ,
അവൻ പോകേണ്ട വഴിയിൽ നിന്നും മാറ്റി, ബലാത്കാരമായിട്ട് പിടിച്ചു മാറ്റി, ഉന്മാർഗേ, ദുർമാർഗത്തിലേക്ക്. യഥാ വായു നാഭം പ്രവർത്തയതി, കടലിൽ കര കാണാതെ വള്ളത്തെ കാറ്റ് ഗതി തിരിച്ചു വിട്ടുകളയും. അതുപോലെ ആത്മവിഷയാം പ്രജ്ഞാം ഹൃത്വ ഏവം, ഇപ്രകാരം ആത്മവിഷയമായിട്ടുള്ള പ്രജ്ഞ അപഹരിക്കുന്നു. മനോ വിഷയാങ്കരോതി, മനസ്സിനെ വിഷയാഭിമുഖമാക്കുന്നു. സന്മാർഗത്തിൽ നിന്ന്, ശരിയായ വഴിയിൽ നിന്നും വള്ളത്തെ തിരിച്ച് തെറ്റായ വഴിയിലേക്ക് കാറ്റ് കൊണ്ടുപോകും. അതുപോലെ ഇവിടെ സംഭവിക്കുന്നു. മനസ്സാണിത് ചെയ്യുന്നത്. മനസ്സ് പ്രജ്ഞയെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. മനസ്സ് ഒരു യതിയുടെ മനസ്സ്, സാധാരണ മനസ്സിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു യതിയുടെ മനസ്സ് ബാഹ്യവ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അയാളുടെ നിയന്ത്രണത്തിനപ്പുറം പോയി ആ മനസ്സ് ഇന്ദ്രിയങ്ങളെ പിന്തുടർന്ന് വ്യവഹാരത്തിലേക്ക് വീണുപോയി കഴിഞ്ഞാൽ അയാൾ കഷ്ടപ്പെട്ട് ആർജിച്ചതായ വിവേകത്തെ ആ മനസ്സ് അപഹരിച്ചുകൊണ്ടുപോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. പ്രജ്ഞാം ഹൃത്വ, അപഹരിക്കുന്നു എന്നാണ്. പ്രജ്ഞ അപഹരിച്ചു കളയും. മനസ്സിന് അതിനുള്ള ശേഷിയുണ്ട്. വീണ്ടും മനസ്സെന്ത് ചെയ്യുന്നു? ലൗകിക ഭാവത്തിലേക്ക് വരുന്നു. എന്നുവെച്ചാൽ അത് ആർജിച്ചതിനും നഷ്ടം സംഭവിക്കുന്നു. സ്വല്പമപ്യസ്യ ധർമ്മസ്യ, ഈ ധർമ്മം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മഹതോ ഭയാത്രായത എന്നാണ് പറയുന്നത്. പക്ഷെ അല്പമെങ്കിലും വേണം. ഉള്ളതുകൂടി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ അല്പമില്ല, രക്ഷപ്പെടാൻ വഴിയില്ല. അതുകൊണ്ട് ആർജിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കുന്നതിനുള്ള വഴിയാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ഇത് ഏത് സമയവും ഇതിൽ അപകടം പതിയിരിപ്പുണ്ട്. ആരും തന്നെ സ്വയം അഭിമാനിക്കാൻ പാടില്ല. ആർക്കും അലംഭാവം വരാൻ പാടില്ല. താൻ മനസ്സിനെ ജയിച്ചവനാണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവനാണ് എന്ന് മറ്റുള്ളവർ മുമ്പിൽ ഭാവിക്കാനോ സ്വയം അങ്ങനെ കരുതാനോ ഒരിക്കലും പാടില്ല. കാരണം മനസ്സ് ഏത് സമയവും പ്രജ്ഞയെ നശിപ്പിക്കും. അതത്രമാത്രം ശക്തമാണ്. അതിനൊരുവൻ പരിശ്രമിച്ചേ തീരൂ. അതാണ് അതിവിടെ ആ പൗരുഷത്തെക്കുറിച്ച്, അതായത് സ്വപരിശ്രമത്തെക്കുറിച്ചാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. ചരതാം ഇന്ദ്രിയാണാം, വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ, ചരതാം ഇന്ദ്രിയാണാം. യത് മനഃ അനുവിധീയതേ, ഏതൊരു മനസ്സാണോ അനുവിധീയതേ പിന്തുടരുന്നത്, തത് ആ മനസ്സ്, അസ്യ ഈ യതിയുടെ, പ്രജ്ഞാം വിവേകത്തെ, ഹരതി അപഹരിക്കുന്നു. അംഭസി വായു നാവം ഇവ, ജലത്തിൽ വായു വള്ളത്തെ എന്നതുപോലെ. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം മായുർനാവമിവംഭസി തസ്മാത് യസ്യ മഹാബാഹോ
നഗ്രഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. ശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.